പരമ്പരയിലെ ശ്രോതാക്കളായിട്ട് അല്ലെങ്കിൽ ഇതിൽ ഭാഗവാക്കാകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഉദ്യമം ഏറ്റെടുത്തത് പക്ഷെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ വിശദമായൊന്നും ഈ എന്താ പറയുക ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ സംവദിക്കേണ്ട ഒരു വിഷയം അല്ല. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആമുഖമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതായത് നമ്മളെന്ത് തിന്നണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മളിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാതായിക്കൊണ്ടിരിക്കുകയെന്നല്ല, ഇല്ലാതായി തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മില്ലറ്റ്സിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇപ്പൊ കുറച്ചു കാലത്ത്, അതായത് ഈ എന്താ വേണ്ടത്, നമ്മൾ ദേശീയ തലത്തിൽ മില്ലറ്റ് വർഷവും അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അന്തർദേശീയ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ മില്ലറ്റ് വർഷമൊക്കെ ആഘോഷം വന്നപ്പോഴാണ് മില്ലറ്റിനെ കുറിച്ച് ഇപ്പോഴത്തെ തലമുറ, ഞങ്ങളൊക്കെ അറിഞ്ഞിരുന്നു, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് 2-3 മില്ലറ്റ്സുകൾ വീട്ടിലുണ്ടായിരുന്നു, സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറ അല്ലെ ചെറുപ്പക്കാരുടെ തലമുറ മില്ലറ്റ്സിനെ കുറിച്ച് ഇപ്പോഴും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല, അറിയാമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച ഈ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്ന ഹരിത വിപ്ലവം, അതുപോലെ റേഷനിങ് ഒക്കെ സമ്പ്രദായം വരുന്നതിന് മുമ്പ് നമുക്ക് അരിക്കൊക്കെ ചെറിയ ക്ഷാമമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് പോലും എനിക്ക് കുറച്ചൊക്കെ യഥേഷ്ട അരി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ പക്ഷെ നമുക്ക് നമ്മളെ ഇന്ത്യയിലെ പൊതുവെ കർഷക ഗ്രാമങ്ങളിൽ എന്തൊക്കെയോ ആയിട്ട് തിന്നാൻ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ പണത്തിനും മറ്റുള്ള ഈ എന്താ പറയുക കാശിന്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിലും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുവിധം വലിയ എന്താ പറയുക പട്ടിണിയില്ലാതെയൊക്കെ നമ്മൾ പോയിരുന്നു. പിന്നെ വന്നതെന്ന് വെച്ചാൽ പ്രധാന ഭക്ഷണങ്ങൾ എന്നുള്ള രീതിയിൽ ഗോതമ്പ് അതുപോലെ അരി ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഹരിത വിപ്ലവത്തിന്റെ ആ കാലഘട്ടത്തിൽ വന്നതോടുകൂടിയാണ് നമ്മൾ ധാന്യവിളകളിൽ, അതായത് ധാന്യം എന്ന് പറയുമ്പോൾ പ്രധാന ധാന്യങ്ങളും ഈ പറയുന്ന ചെറുധാന്യങ്ങളിലെ മില്ലറ്റ്സിലും ഉള്ളതിൽ ഏറെക്കുറെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 40% ഈ ഗ്രെയിൻസ്, അതായത് ഈ ധാന്യവിളകളിൽ ഒരു 40%-ഓളം ആഹാര സാധനം മില്ലറ്റ്സ് നിന്ന്, വിവിധ മില്ലറ്റുകളിൽ നിന്ന് അല്ലെ ചെറുധാന്യങ്ങളിൽ നിന്ന് കിട്ടിയതായിരുന്നു. ഈ ആധുനികത വന്നപ്പോൾ, ഞാൻ പറഞ്ഞ ആധുനിക കൃഷി രീതികളും ഈ റേഷനിങ്ങും ഒക്കെ വന്നപ്പോഴാണ് ഈ 40%-ഓളം ധാന്യ ആഹാരത്തിൽ നിന്ന് ഈ അതായത് ആകെയുള്ള ധാന്യാഹാരത്തിൽ നിന്ന് 40% സംഭാവന ചെയ്യുന്ന മില്ലറ്റ്സ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രദേശങ്ങൾ ഒഴിച്ച് നമ്മളെപ്പോലുള്ള സ്ഥലങ്ങളിൽ ഇത് മില്ലറ്റ്സ് തന്നെ അപ്രത്യക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം മില്ലറ്റ്സ് എന്ന് പറയുന്നത് പോലും ഇപ്പോൾ തന്നെ ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എന്താ പറയുക വാണിജ്യവൽക്കരിക്കപ്പെട്ട അല്ലെ കമ്പോളത്തിന്റെ ആഗോള കമ്പോള വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ചില കോർപ്പറേറ്റുകൾ അല്ലെ ചില വ്യവസായികൾ അല്ലെങ്കിൽ കച്ചവടക്കാരിലെ കൈകളിലേക്കാണ് ഈ മില്ലറ്റ്സ് പോലും എത്തിച്ചേരുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിന് സൂക്ഷ്മതലത്തിലേക്ക് അല്ലെ ചെറിയ തലത്തിലേക്ക് നിന്നുകൊണ്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ അത് മാത്രം നമ്മൾ കാണുകയും അതിൻ്റെ സമഗ്രത നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുക. ഏത് ശാസ്ത്രശാഖ അങ്ങനെയാണ്, അത് കാർഷിക മേഖലയിലായാലും അങ്ങനെയാണ്. ഹരിത വിപ്ലവം വന്നപ്പോൾ രാസവളവും കീടനാശിനി ഉണ്ടാക്കി അവിടെ ഒരു കേന്ദ്ര ബിന്ദുവേ ഉണ്ടായിരുന്നുള്ളൂ, ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പരമാവധി ഉൽപ്പാദിപ്പിക്കുക. അത് എന്തിനു വേണ്ടി ഉൽപ്പാദിക്കുന്നു, എന്ത് തിന്നതുകൊണ്ട് ഗുണമുണ്ടോ അല്ലെ തിന്നതുകൊണ്ട് ദോഷമുണ്ടോ അല്ലെ പരിസ്ഥിതിക്ക് കോട്ടമുണ്ടോ എന്നൊന്നും നോക്കേണ്ട ചുമതല അവരാരും കൈക്കൊണ്ടില്ല. അങ്ങനെ സമഗ്രത നഷ്ടപ്പെട്ട ഒരു ജീവിത രീതിയാണിന്ന് പ്രത്യേകിച്ച് കൃഷിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കൃഷി ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് വിത്ത് ഉപയോഗിക്കണം എന്നൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റുകൾ കയ്യിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ ജനിതക വ്യതിയാനം വരുത്തിയ വിത്തിനങ്ങളും വിളകളും നമ്മളെ കാർഷിക രംഗത്തേക്ക് കടന്ന് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. ഇവിടെ നമ്മളെ ഒരു രാജ്യമോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഒരു കൃഷിക്കാരനോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന പ്രാദേശിക ഭരണകൂടമോ വിചാരിച്ചാലൊന്നും
ഇതിനെ ഇനി പെട്ടെന്ന് തടയിടാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല, തടയിടുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും നല്ല ഉദാഹരണമാണ് അമേരിക്കൻ കൃഷിരീതി അല്ലെങ്കിൽ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് അമേരിക്കയിൽ മെക്സിക്കോയിൽ തുടങ്ങി വെച്ച കൃഷിരീതിയെ നമുക്ക് ഇന്ത്യക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കൃഷിരീതിയല്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ആളായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായി മാറിയ ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഈ ഒരു സമീപനത്തെ ശക്തമായി എതിർത്തിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഹരിത വിപ്ലവം അല്ലെ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. അവിടെയാണ് അന്തർദേശീയ പൊളിറ്റിക്സ്. ഇപ്പൊ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത്ര സമയം എനിക്ക് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അത് എന്നിട്ട് നമുക്ക് GM കടക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ അമേരിക്കയുടെ താരിഫ് നയങ്ങൾ, ഈ എന്താ പറയുക തീരുവ നയങ്ങളൊക്കെ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സിംഗപ്പൂരൊക്കെ ആയിട്ട് ചില എന്താ പറയുക ഉടമ്പടികളൊക്കെ നീക്കുപോക്കുകളൊക്കെ ട്രംപ് നടത്തി കഴിഞ്ഞു. ഇനി അടുത്ത അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അതുപോലെ മിനിസ്ട്രിയിലുള്ള ഉന്നതങ്ങളിലൊക്കെ ഉള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ നെഗോഷിയേഷൻ, ട്രേഡ് നെഗോഷിയേഷൻ, വ്യാവസായിക എന്താ പറയുക കൂടിയാലോചനകളും പൊരുത്തപ്പെടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്ന 3 മേഖലകൾ പ്രധാനമായിട്ട്, ഒന്ന് യഥാർത്ഥത്തിൽ അഗ്രികൾച്ചർ മേഖലയിലാണ്. രണ്ടാമത്തെ കാര്യം ഡയറി ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മൂന്നാമത്തെ കാര്യം പത്രങ്ങളും ചില ആധുനിക ലേഖനങ്ങളൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാക്കിയിരിക്കും. മൂന്നാമത്തെ കാര്യം പ്രധാനമായിട്ട് അവരാവശ്യപ്പെടുന്നത് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് GM പ്രോഡക്ട്സ് സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാന കാരണം അമേരിക്കയിൽ നിന്ന് ഭക്ഷ്യവിളകൾ, അതായത് പ്രത്യേകിച്ചും GM പ്രോഡക്ട്സ് ആയിട്ടുള്ള ഭക്ഷ്യവിളകൾ പ്രധാനമായി മെക്സിക്കോയിലൊക്കെ ആണ് കൂടുതൽ അവർ വിറ്റഴിച്ചിരുന്നത്. പക്ഷെ മെക്സിക്കോ ഇപ്പോഴ് ഈ GM മെയ്സ് ഒക്കെ പൂർണ്ണമായും ഇങ്ങോട്ട് വരണ്ട എന്നുള്ളൊരു നയമാണ്. അപ്പൊ യഥേഷ്ടം അത് അമേരിക്കയിൽ കാലിത്തീറ്റക്കാണ് കൂടുതലും മെയ്സ് ഉപയോഗിക്കുന്നത്. അത് ഇന്ത്യയിലേക്ക് എന്താ പറയുന്നത് വാങ്ങിപ്പിക്കാനുള്ള നീക്കുപോക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ എന്താ പറയുക രഹസ്യം ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ GM വിളകൾ, ഈ പ്രൊഡക്ട്സ് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് നിർബന്ധങ്ങൾ നമ്മൾ ഈ അമേരിക്ക നമ്മളോട് ചെയ്യുന്നുണ്ട്. താരിഫിലും അതുപോലെ തന്നെ കുറെ അനധികൃത കുടിയേറ്റം എന്ന് പറയുന്ന ആൾക്കാരെ ഇന്ത്യയിലേക്ക് കടത്തി കൊണ്ടുവന്നു. ഇനിയും കുറച്ച് കൊണ്ടുവരാനുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കോംപ്രമൈസിലാവേണ്ടതെങ്കിൽ ഈ 3 മേഖലകളിൽ അമേരിക്കൻ നയങ്ങൾ ഇന്ത്യ സ്വീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് നെഗോഷിയേഷനിൽ അല്ലെങ്കിൽ ഈ പൊരുത്തപ്പെടാനുള്ള സമ്മർദ്ദങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ 3 മേഖലയും മനുഷ്യന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. കാർഷിക മേഖല, അതുപോലെ ക്ഷീരോത്പാദന മേഖല, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ തന്നെ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള അല്ലെങ്കിൽ അനാരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ നാളെ കുഴപ്പങ്ങൾ മൊത്തത്തിൽ ഉണ്ടാക്കുന്ന GM വിളകൾ വരെ നമ്മൾ സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ GM ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, വളരെ ചുരുക്കിയ ഒരു കാര്യം മാത്രമേ പറയാമൂ. അപ്പൊ GM എന്ത് പറയുമ്പോൾ എന്താ ജനറ്റിക് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ജനിതക വ്യതിയാനം വരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓരോ ജീവിയിലും, അത് വിളയായിക്കൊള്ളട്ടെ, ചെടിയായിക്കൊള്ളട്ടെ, മനുഷ്യനായിക്കൊള്ളട്ടെ, ഒരു ജീവിയുടെ അതിൻ്റെ നൈസർഗികമായുള്ള സ്വാഭാവികമായ എല്ലാ പ്രത്യേകതകളും, അതിൻ്റെ ബാഹ്യമായ രൂപങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇനി ഒരു കാർഷിക ഉൽപ്പന്ന ഈ വിളയാണെങ്കിൽ ആ വിളയിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ പോഷകാംശം, ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവയുടെ ശരീരത്തിലെ കോശങ്ങളിൽ ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളാണ് ഈ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിനാണ് നമ്മൾ ഒരു നാടൻ ഭാഷയിൽ, ഞാൻ അതിന്റെ വിശദങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ, ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ജീനിന് മാറ്റം വരുത്തുന്നതാണ് ജനറ്റിക് മോഡിഫിക്കേഷൻ, അതായത് ജനിതക വ്യതിയാനം വരുത്തൽ അല്ലെങ്കിൽ GM മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേം പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ GM എന്ന് പറയുന്നത് ഏതായി കഴിഞ്ഞാലും സ്വാഭാവിക സ്വഭാവത്തിന് വ്യതിയാനം വരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ GM എന്ന് പറയുന്നത്. പക്ഷെ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാരുടെ ഭാഷയിൽ
ഇതിന് 3 മേഖലകളുണ്ട്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഭാഗം തന്നെ മറ്റുള്ളതും ജനറ്റിക് എഞ്ചിനീയറിംഗ് മേഖല. മറ്റൊന്ന് ജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു മേഖല. മറ്റൊന്ന് ഇപ്പം പിന്നെ ഈ സ്വാഗതത്ത് പറഞ്ഞതുപോലെ ഈ എന്താ പറയുന്നത് റൈസ് വെറൈറ്റി, 2 ജീൻ എഡിറ്റഡ്, അതായത് ജീൻ എഡിറ്റിംഗ്, ജനിതക എഡിറ്റിംഗ് നടത്തിയിട്ടുള്ള 3ാമത്തെ രീതികൾ. ഇവയുടെ വിശദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനറ്റിക് എഞ്ചിനീയറിംഗ് ആയിട്ട് നടത്തിയ ഒരു മാറ്റമായാലും ശരി, അല്ലെങ്കിൽ GM അതായത് ജനറ്റിക് മോഡിഫിക്കേഷൻ, അതൊന്ന് കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു ചെടിയിലോ ഒരു ജീവിയിലോ ആ വിഭാഗത്തിൽപ്പെടാത്ത ഒരു ജീവിയുടെയോ ചെടിയുടെയോ ജീന് കൊണ്ടുവന്ന് കയറ്റി വെക്കുന്നത്, അതായത് സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം കയറ്റി വെക്കുന്നതിനാണ് ജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയുക എന്നാണ് ശാസ്ത്രജ്ഞന്മാർ, ഈ മേഖലയുടെ ശാസ്ത്രജ്ഞന്മാർ പറയുക. ഈ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ജീവിയുടെ ജനിതക ഘടനയിലെ നമ്മൾ പറയുന്ന തെറ്റുകൾ തിരുത്തുക. എഡിറ്റിംഗ് നിങ്ങൾക്കറിയാം, എഡിറ്റിംഗ് ഉള്ള വാക്കിന് അറിയാം, നിങ്ങൾക്കറിയാം. അതായത് അതിൻ്റെ ആയിട്ടുള്ള പോരായ്മകൾ അല്ലെങ്കിൽ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അപാകതകൾ തിരുത്തുക. വേറെ ഒന്നിനെ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് ഒരു സ്വഭാവം കയറ്റുന്നില്ല. അതെങ്ങനെയാണ് കയറ്റുന്നതുള്ളത് നമുക്ക് സമയമുണ്ടെങ്കിൽ ശേഷം പിന്നീട് പറയാം. ഇതാണ് ഈ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് വളരെ ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് വികസിച്ചു വരുന്ന ഒരു ശാസ്ത്രശാഖയാണ് യഥാർത്ഥത്തിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഒരു 80കൾക്ക് ശേഷം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ജനറ്റിക് എഞ്ചിനീയറിങ്ങും ഈ ജീനിലെ മാനിപ്പുലേഷൻസും ഒക്കെ വരുന്നത് എന്ന് ഓർക്കുക. അപ്പൊ എന്താണ് ജീൻ എന്നും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ഈ വ്യതിയാനം വരുത്തുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ജീവിയുടെ ശരീരത്തിൽ ഈ എല്ലാവിധ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടി ഓരോ കോശത്തിലുമുള്ള ഈ എന്താ പറയുക സ്വഭാവ സവിശേഷത നിയന്ത്രിക്കാനുള്ള എല്ലാ സെറ്റ് ജീനുകളെയും കൂടിയാണ് നമ്മൾ ജീനോം എന്ന് ശാസ്ത്ര ഭാഷയിൽ പറയാം. ആ വാക്ക് വേണമെന്ന് നിങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ അതങ്ങ് ഒഴിവായാലും കുഴപ്പമില്ല. ഈ വിഷയം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ജീനോം എന്ന് പറയും. അങ്ങനെ ഒരു ജീവിയുടെ സ്വഭാവ സവിശേഷ നിയന്ത്രിക്കുന്ന അനേകം ജീനുകളെ ആണ് നമ്മൾ ജീനോം എന്ന് പറയുക. ആ ജീനോമിൽ എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുന്നതാണ് നമ്മൾ കാണുന്ന ജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന്, അല്ലെ എന്താണ് ഇതിലുള്ള അടിസ്ഥാന ശാസ്ത്രതത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ വസ്തു അല്ലെങ്കിൽ ജീൻ എന്ന് പറയുന്ന വസ്തു അല്ലെങ്കിൽ ഈ തന്മാത്ര അല്ലെങ്കിൽ ഈ കോശത്തിലുള്ള ഈ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അത് പിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അത് ഒരു നൂല് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് ഒരു കോണിയുടെ ആകൃതി. അതിലാകെ 3 തന്മാത്രകളാണ് ഈ കോണി നിർമ്മാണത്തിന് അല്ലെങ്കിൽ ജനിതക വസ്തു അല്ലെങ്കിൽ ജീൻ ഉണ്ടാക്കാനുള്ള ഈ കോണി നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് ഫോസ്ഫറിക് ആസിഡാണ്, ഒന്നൊരു പഞ്ചസാര തന്മാത്രയാണ്, മറ്റൊന്ന് ഒരു ജോഡി നൈട്രജൻ ബേസുകളാണ്. അപ്പൊ ഈ 3 തന്മാത്രകൾ ഇങ്ങനെ കൂട്ടി വെച്ച്, ഇപ്പൊ നമ്മൾ മാലയാക്കുമ്പോൾ മാലയിലെ കണ്ണികൾ കൂട്ടി വെച്ചതുപോലെ ഉണ്ടാക്കുന്ന ഒരു കോഡാണ് യഥാർത്ഥത്തിൽ ജീനിന്റെ ഈ ജീനെന്ന്. ആ കോഡ് മൊത്തത്തിലല്ല ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കോഡിനാണ് ജനറ്റിക് കോഡ് എന്ന് പറയാം. അതായത് ജീനുള്ള ഒരു ചരട്, ജീന് ക്രമീകരിച്ചിരിക്കുന്ന ചരട്. അപ്പൊ അതിന്റെ ഘടന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ ഒരു കോണി എന്ന് ഞാൻ പറഞ്ഞു. കോണി നമ്മുടെ മരത്തിന്റെ അല്ലെങ്കിൽ ലേഡർ, ഈ നമ്മുടെ മെറ്റലിന്റെ കോണി പോലെയല്ല. ഈ ഫയർ സർവീസുകാരൊക്കെ ഉപയോഗിക്കുന്ന കയറിന്റെ കോണി നിങ്ങൾ കണ്ടിരിക്കും. ആ 2 ഫ്ലെക്സിബിളാണ്. എന്ന് വെച്ചാൽ ഈ കോണിയുടെ 2 കാലുകൾ രണ്ടറ്റത്തുനിന്ന് 2 ആൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരേ ദിശയിൽ നമ്മൾ തുണിയൊക്കെ പിഴിയുന്നത് പോലെ, വലിയ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ഒരാൾക്ക് പിരിയാൻ കയ്യിൽ പിഴിയല്ലോ, 2 ആൾ പിടിച്ചിങ്ങനെ തിരിക്കുമല്ലോ. ആ രീതിയിൽ തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചുറ്റിയ പോലെ അല്ലെങ്കിൽ ഒരു സ്പൈറൽ കോണിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗങ്ങളാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോണിയിൽ ഒരു നിശ്ചിത ദൂരം അല്ലെങ്കിൽ ഒരു നിശ്ചിത അകലത്തിലുള്ള നൈട്രജൻ ബേസുകൾ അടങ്ങുന്ന ഒരു സ്വഭാവത്തെയോ അല്ലെങ്കിൽ ഒന്നിലധികം സ്വഭാവത്തെയോ നിയന്ത്രിക്കുന്ന ഘടകത്തിനെയാണ് അല്ലെങ്കിൽ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഒരു ജീൻ എന്ന് പറയും. അതിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇത് പറയുമ്പോൾ ഇതിന്റെ സങ്കീർണത മനസ്സിലാക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക്, ഇത് എളുപ്പമാണെന്ന് നമുക്ക് തോന്നിപ്പോകും,
പക്ഷെ അത്ര എളുപ്പമല്ല ഇത് കാര്യം. അത്ര കൃത്യത ഇവർ പറയുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രിസൈസ് ആയി ചെയ്യാമെന്നാണ്. അന്ന് അത്ര പ്രിസൈസ് ആയിട്ട് കൃത്യമായി ചെയ്യുക എന്ന് പറയുന്നത് സങ്കല്പത്തിനും അപ്പുറമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതിന്റെ സങ്കീർണത മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഞാനത് ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. ഈ കുട്ടികൾക്കൊക്കെ ഉള്ള പുസ്തകങ്ങൾ, ഇപ്പം 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള പല പാഠങ്ങളിൽ ഈ ജനിതകത്തെ പറ്റിയുള്ള പാഠങ്ങൾ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതായത് മനുഷ്യനില് ഈ ജീൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ സ്വഭാവ സവിശേഷത നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീൻ എന്ന് പറയുന്നതിൽ 300 കോടി ഞാൻ നേരത്തെ പറഞ്ഞ നൈട്രജൻ ബേസ് പെയറുകളുടെ ഒരു സംവിധാനം അടങ്ങിയിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു മനുഷ്യന്റെ ജീനോം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ബാഹുല്യം നിങ്ങൾ നോക്കുക. 300 കോടി ജീൻ നൈട്രജൻ ബേസുകൾ ആണ് മനുഷ്യന്റെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ജീനുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊരു ഒരു കോശത്തിൽ നമുക്ക് അങ്ങനെ ജനറ്റിക് കോഡുള്ള 46 ക്രോമസോമുകളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുക. ഞാൻ എന്താ ക്രോമസോം ഒന്നും പറയാൻ സമയമില്ലാണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരു DNA, ഞാൻ പറഞ്ഞ ഈ ജനറ്റിക് കോഡിന് ശാസ്ത്ര ഭാഷയിൽ DNA തന്മാത്ര എന്നാണ് പറയുക. ആ DNA തന്മാത്രക്ക് നമ്മളെ മനുഷ്യരിലുള്ള ശരാശരി ഒരു 2 ഇഞ്ച് നീളം വരും. ആ 2 ഇഞ്ച് നീളമുള്ള ഒരു DNA തന്മാത്ര 46 ഞാൻ നേരത്തെ പറഞ്ഞ ക്രോമസോമുകളിലാണെങ്കിൽ എല്ലാം ചേർത്ത് വെച്ച് ഏകദേശം ഒരു 6 ഫീറ്റ് അല്ലെങ്കിൽ ഒരു 2 മീറ്ററോളം നീളം വരും. അങ്ങനെ മനുഷ്യശരീരത്തിൽ ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടാനുകൂടി കോശങ്ങളുണ്ട്. അവയൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവയിലെ എല്ലാ ഈ ജനറ്റിക് കോഡ് അല്ലെ DNA തന്മാത്രകൾ അതിന്റെ ചുരുള് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നീളം 6700 കോടി മൈല് ആയിരിക്കും. 6700 കോടി മൈല്. അത് ആ ദൂരം കൊണ്ട് നമ്മുടെ ഭൂഗോളത്തെ ഒരു 20 ലക്ഷം തവണ ചുറ്റാൻ കഴിയും. ഞാനിത് പറഞ്ഞത് ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ വിത്തിലാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അത്ര സങ്കീർണമാണ് ഇതിന്റെ ഘടന. ഇത്രയും സങ്കീർണമായ ഘടനയുള്ള ചെടിയിലാണെങ്കിലും ഇത്ര ഇല്ലെങ്കിലും ഓരോ ചെടിക്കും ഓരോ എത്രയും ഇല്ലെങ്കിൽ പോലും അത്ര സങ്കീർണമായ ഈ ഘടനയുള്ള ജനറ്റിക് കോഡിലാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പൊ എങ്ങനെ ഈ മാറ്റം വരുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ മനസ്സിൽ പറഞ്ഞ ഒന്ന് ഓർമ്മ വേണം. ഈ കോണിയില്, ഒരു നീളമുള്ള കോണിയില് ഇങ്ങനെ എന്താ പറയുക, ഒരു കുറുകെ പടികളുണ്ട്. ആ പടികളാണ് ഞാൻ ഈ പറഞ്ഞ നൈട്രജൻ ബേസ്. അങ്ങനെ ഒരു നിശ്ചിത ദൂരത്തിലുള്ള നൈട്രജൻ ബേസ് ഉള്ള ഭാഗത്തിന് ഒരു സ്വഭാവത്തെയോ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ഒരു വിളവിന്റെ ഒന്നിലധികം സ്വഭാവത്തെയോ നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ ഒന്നോ അതിലധികമോ പ്രത്യേക സ്വഭാവത്തെ, ഉൽപാദനം അല്ലെങ്കിൽ അതിന്റെ പോഷകാംശം അല്ലെങ്കിൽ അതിന്റെ വലിപ്പം, ഒരു വിളവിന്റെ വലിപ്പം, അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഇതിനൊക്കെ നിയന്ത്രിക്കാൻ പ്രത്യേകം ഭാഗങ്ങൾ ഉണ്ടാകുക. ആ ഭാഗങ്ങളിലാണ് നമ്മൾ ഈ ജനിതക വ്യതിയാനം വരുത്തുന്നത് എന്ന് ഓർക്കുക. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഭാഗം കട്ട് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗം ഇവിടെ ചേർത്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു ജീവി നമുക്ക് ആവശ്യമില്ലാത്ത തോന്നിക്കഴിഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ വേറൊരു ജീവിയുടെ ജീന് എടുത്തുകൊണ്ടെന്ന് നമ്മുടെ ഈ എന്താ പറയുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയിലേക്ക് നമുക്ക് സന്നിവേശിപ്പിക്കാം. അതുകളൊക്കെ വളരെ ചെയ്യുന്ന രീതികളൊക്കെ വളരെ സങ്കീർണതകളുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ അതായത് ജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഞാനൊന്നും തൽക്കാലം അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ ഞാൻ അതിന്റെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഈ ഡബിൾ സ്ട്രാൻഡ് ഉള്ള കോണി പോലുള്ള ഈ ചരലിൽ നിന്ന് ഇപ്പോൾ ഒരു DNA തന്മാത്രയിൽ ഒരു 100 ജീനാ ഉള്ളെങ്കിൽ ഓരോ ജീന്, ഏത് ജീനാണോ നിങ്ങൾക്ക് താല്പര്യം, ആ ജീന് കട്ട് ചെയ്തെടുത്തിട്ട് വേറെ ചെടിയിലേക്കോ അല്ലെങ്കിൽ വേറെ ചെടിയിലെ ഇഷ്ടമുള്ള സ്വഭാവം കട്ട് ചെയ്തെടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെടിയിലേക്കോ വേറെ ജന്തുവിൽ നിന്ന് പോലും ഇന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത ഒരു ജീവിയിൽ നിന്ന് പോലും അല്ലെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് പോലും നമുക്ക് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ നീക്കം ചെയ്യുകയോ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പടികളാണല്ലോ ഇതിനെ നിയന്ത്രിക്കുന്നത്, നൈട്രജൻ ബേസ് എന്ന് പറയുന്ന പടികൾ, ഈ പടികളുടെ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യും. അപ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, നമ്മളൊരു മാലയിൽ, ഒരു പേളിന്റെ മാലയിൽ ഒരു 100 മണികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 പേളുണ്ടെങ്കിൽ
ഒരു പേളിന്റെ സ്ഥാനം ഒരു ജീനാണെങ്കിൽ വളരെ പ്രധാനമായി ഓർക്കേണ്ട കാര്യം, അത് ഒരു ചരടിന്റെ ഒരു കണക്ക് നിങ്ങൾ വെക്കുന്നു, ഒരു സ്ഥലം 1-ാം നമ്പറിലാണ് ജീൻ എന്ന് വിചാരിച്ചോ, ഒരു പേള് അത് 5-ാം നമ്പറിലേക്ക് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ 1-ാം നമ്പറിൽ പ്രവർത്തിക്കുന്നത് പോലെ 5-ാം നമ്പറിൽ അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ 3-ാം നമ്പറിലുള്ള ഒരു ജീന്, അതായത് ജനറ്റിക് കോഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു പീസ് ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ സ്ഥാനത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ വികലമായ പ്രവർത്തനമായിരിക്കും അത് കാഴ്ചവെക്കുക. ഇങ്ങനെ ഒരുപാട് സങ്കീർണതകൾ ഇത് ഉണ്ട്. ഇതാണ് നമ്മൾ മാറ്റിമറിച്ച് പുതിയ ജീവികളെ അല്ലെങ്കിൽ പുതിയ വിളകളെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നതെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഇപ്പോഴും നിലവിൽ നമ്മൾ അംഗീകാരത്തോടുകൂടി കൃഷി ചെയ്യാവുന്ന GM വിള എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എൻ്റെ വിശ്വാസം. BT കോട്ടൺ അല്ലെങ്കിൽ BT പരുത്തി മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. വേറെ ഒന്നിനും നമ്മൾ പ്രാവർത്തികമായിട്ട്, അതായത് പ്രായോഗിക തലത്തിൽ കൃഷി ചെയ്യാൻ അനുമതി നൽകിയിട്ടില്ല. പക്ഷേ ഭാവിയിൽ എന്താ പറയേണ്ടത്, വഴുതിനെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്, കടുക് വരാൻ പോകുന്നു, പിന്നെ അതുപോലെ 2 അരി വരാൻ പോകുന്നു, അതുപോലെ ഈ എന്താ പറയേണ്ടത് സോയാബീൻ വരാൻ പോകുന്നു, ഗോതമ്പ് വരാൻ പോകുന്നു, ഇപ്പം നമ്മൾ ചോളം വരാൻ പോകുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും ഈ കടന്നുകയറ്റം വരാൻ പോകുന്നുണ്ട് എന്ന് ഓർക്കുക. ഇനി ഇന്ത്യയിലെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരു ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് തുടക്കം എന്ന് പറയുന്നത്, ശരിക്കും ഈ ജനിതക വ്യതിയാനം വരുന്ന തുടക്കം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ, ഇന്ത്യയിൽ മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും 1980കളിലാണ് യഥാർത്ഥത്തിൽ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനിതക വ്യതിയാനം വരുത്തുന്ന ഒരു സംഭവം രംഗത്തേക്ക് വരുന്നത്. അത് അമേരിക്കയില് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അവിടെ കുടിയേറി പാർത്ത ആനന്ദമോഹൻ ചക്രവർത്തി ഒരു ബാക്ടീരിയത്തെ നിർമ്മിച്ചുകൊണ്ടാണ്, വ്യതിയാനം വരുത്തിയ ബാക്ടീരിയ നിർമ്മിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം അതാണ്. അതായത് കടലിലൊക്കെ എണ്ണ പാടത്തുനിന്നോ അല്ലെങ്കിൽ എണ്ണ ടാങ്കറിൽ നിന്നോ എണ്ണ ചോർന്നു പോയി കഴിഞ്ഞാൽ അത് മേൽപ്പരപ്പൊന്ന് ആ എണ്ണയെ ആഹാരമാക്കുന്ന ഒരു ബാക്ടീരിയയെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ. ആ ബാക്ടീരിയക്ക് അയാൾക്ക് പേറ്റന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ജീവനുള്ളതൊന്നും പേറ്റന്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കേസ് പോയി. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. അവസാനം ഫെഡറൽ കോടതി പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ സ്വയം നിർമ്മിച്ചൊരു കാര്യമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് പേറ്റന്റ് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 80കളിലാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്, ഈ ഒരു ശാസ്ത്രശാഖയുടെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ആദ്യമായിട്ട് നിർമ്മിച്ച യഥാർത്ഥ ജനിതക വിള എന്ന് പറയുന്നത് പുകയിലയാണ് 1982. അത് കഴിഞ്ഞ് ആദ്യത്തെ ഭക്ഷ്യവിളയായിട്ടുള്ള ജനിതക വ്യതിയാനം വരുത്തിയ വിള തക്കാളിയാണ്. ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറയുന്ന ടൊമാറ്റോ ആണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, തക്കാളി സാധാരണ തക്കാളി പഴുക്കുമ്പോൾ അത് വേഗത്തിൽ സോഫ്റ്റായി എന്താ പറയുക പെട്ടെന്ന് ഫംഗസ് അല്ലെങ്കിൽ കുമിൾ ബാധയൊക്കെ വന്ന് ചീഞ്ഞു പോകും. ഇത് എന്താന്ന് വെച്ചാൽ ഈ ഫേവർ സേവി എന്ന് പറയുന്ന ഈ ജനിതക വ്യതിയാനം വരുത്തിയ ആദ്യത്തെ ഭക്ഷ്യവിളയായിട്ടുള്ള ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിന്റെ കോശങ്ങൾ, തക്കാളിയുടെ കോശങ്ങളിലുള്ള ഈ കോശ ഭിത്തിയിലുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ട് പേര് പെക്റ്റിൻ എന്നാണ്. അത് വേണോ വേണ്ടതൊക്കെ പോട്ടെ, പെക്റ്റിൻ എന്ന് പറയണമെന്ന് ഓർക്കണമെന്നില്ല. അത് തക്കാളി മൂത്ത് പഴുക്കാനാകുമ്പോൾ അത് വേഗത്തിൽ സോഫ്റ്റ് ആകും സാധാരണ ഗതിയിൽ. അപ്പൊ ഈ പെക്റ്റിൻ സോഫ്റ്റ് ആകുന്നത് ചില രാസാഗ്നികളാവില്ല ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അത് തടയുന്ന ഒരു ജീന് ഈ തക്കാളി ചെടിയിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ തക്കാളി മൂത്ത് പഴുത്തു കഴിഞ്ഞാലും ഇത് വേഗത്തിൽ സോഫ്റ്റ് ആവില്ല, അല്ല ഹാർഡായി നിൽക്കും. കുറേ ദിവസം പറിച്ചു വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പറിച്ചു വെച്ച് പഴുപ്പ് നിറം വന്നാൽ തന്നെയും ഒരുപാട് നിൽക്കും. പക്ഷേ ഒരു കാര്യം നോക്കേണ്ടത്, പിന്നീട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. അതുപോലെ സ്വാദിന്റെ മേഖലയിൽ താല്പര്യം കുറഞ്ഞു. അങ്ങനെ അത് വലിയ ഒരു മാർക്കറ്റ് കിട്ടാത്ത പോയിട്ട് ഉള്ള ഒരു അവസരവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഈ സോസ് അതുപോലെ ജാംസ് ഒക്കെ ആക്കുന്നതിന് പ്രയാസമൊന്നുമില്ല. അവർ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഓർക്കും. പിന്നെ നമ്മൾ മഹാരാഷ്ട്രയില് ഈ അതുപോലെ ആന്ധ്രാപ്രദേശിലൊക്കെ വന്ന ഈ യഥാർത്ഥത്തിൽ BT കോട്ടൺ ആണ്. ഞാൻ വളരെ വേഗത്തിൽ ഓടിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ 1996 ഇന്ത്യ ഗവൺമെന്റിനെയോ പ്രാദേശിക ഭരണകൂടങ്ങളെയോ അറിയിക്കാണ്ട് മാഹിക്കോ എന്ന് പറയുന്ന കമ്പനി രഹസ്യമായി പരീക്ഷണം ചെയ്യുകയാണ് ചെയ്തത്. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വിത്ത് രഹസ്യമായി പരീക്ഷണം ചെയ്തു. എന്നിട്ട് ഇത് വലിയ നേട്ടാണെന്ന് ഈ കർഷകരുടെ അടുത്തുള്ള കുട്ടികളൊക്കെ പറഞ്ഞു കാണിച്ചു കൊടുത്തു.
അങ്ങനെ 2002 ചില എന്താ പറയുക നേരായ മാർഗവും നേരല്ലാത്ത മാർഗത്തിലൂടെയൊക്കെയും ഈ ഏപ്രിൽ 2022 ഏപ്രിൽ മാസം, തീയതി ഞാൻ ഓർക്കുന്നില്ല, പിന്നെ കൃഷി ചെയ്യാൻ സർക്കാരിന്റെ അനുമതി നൽകുകയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊന്നും ഞാൻ പറയത്തില്ല. കർഷകരെ ആത്മഹത്യ, അതുപോലെ എന്തിനാണോ ഈ ഈ GM അതായത് BT എന്ന് പറയുന്ന ഈ സാധനം കൊണ്ടുവന്നിട്ടുള്ളത്, അത് ആദ്യകാലങ്ങൾക്ക് നേട്ടം ഉണ്ടായില്ല എന്നും പറഞ്ഞുകൊണ്ട് വിളവൊക്കെ അല്പം കൂടി. അതുപോലെ ഇതിനെ തിന്നുന്ന ഒരു പ്രാണിയുണ്ട്, ബോൾവ്, അതിനെതിരായിട്ടുള്ള അതിന് പ്രതിരോധമുള്ള ഈ എന്താ പറയുന്നത് വിഷം, ഈ BT എന്ന് പറയുന്ന ഈ മണ്ണിലുള്ള ബാക്ടീരിയ എടുക്കുന്ന ഈ ജീൻ, അതായത് മണ്ണിലെ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയയുടെ വിഷം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ജീനെടുത്ത് പരുത്തിയിലേക്ക് മാറ്റി പരുത്തി വിഷം ഉണ്ടാക്കുന്നതുകൊണ്ട് പരുത്തിയെ തിന്നുന്ന, പരുത്തി പൂത്ത് കായാവുമ്പോൾ തിന്നുന്ന ഒരു പുഴുവിന്, ബോൾ പുഴുവിന് അതിനെ അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് താൽക്കാലികമായി നേട്ടം ഉണ്ടായി. പക്ഷെ സെക്കൻഡറി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയുന്നത് പ്രാണികൾ അല്ലെ ഈ പുഴുക്കൾ ശേഷി വരികയും പിന്നീട് വിളക്ക് നാശം ഉണ്ടാവുകയും കൂടുതൽ അവർക്ക് കീടനാശിനി പ്രയോഗിക്കുകയും ചെയ്യുകയും അതുവഴി ഉണ്ടായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പത്രങ്ങളിലും മാസികളൊക്കെ പ്രത്യേകിച്ച് ഈ മേഖലയിൽ താല്പര്യമുള്ള നിങ്ങൾ കേട്ടിരിക്കും. ഞാനത് ഭാഗത്തേക്ക് പറയുന്നു പോകുന്നില്ല. അതിനുശേഷം 2009 വഴുതിനയിൽ GM വിള വന്ന് കൃഷി ചെയ്യാൻ അനുമതി നൽകിയ സർക്കാർ. പക്ഷേ നമ്മൾ തെക്കൻ ഇന്ത്യയിൽ അത്ര ഇല്ലെങ്കിൽ പോലും വടക്കേതിന് അതിശക്തമായ കുഴപ്പങ്ങളും ഈ എന്താ പറയുക സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായി. അന്നത്തെ കേന്ദ്ര കൃഷി വനം പരിസ്ഥിതി മന്ത്രാലയം മന്ത്രി ഇതെന്താ ഇത്ര പ്രതിഷേധം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യയിലെ 6 സ്ഥലങ്ങളിൽ മീറ്റിംഗ് വിളിക്കുകയും 6 സ്ഥലങ്ങളിലും ഏറെക്കുറെ അദ്ദേഹം 3-4 സ്ഥലങ്ങളിൽ നേരിട്ട് പോവുകയും അതിന്റെ കാര്യകാരണങ്ങളൊക്കെ, ആ പ്രതിഷേധത്തിന് കാരണങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം അതുമായി മുന്നോട്ട് പോകേണ്ട എന്ന് പറഞ്ഞ് 2009 അനുമതി കൊടുത്തത്. 2010 ഫെബ്രുവരിയിൽ അതിന് മൊറട്ടോറിയം അല്ലെങ്കിൽ തൽക്കാലം അതുമായിട്ട് മുന്നോട്ട് പോകേണ്ട, കൃഷി ഓപ്പണായി ചെയ്യണ്ട എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. അത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ മറ്റു ചില വിളകളുണ്ട്. ബ്രിഞ്ചാളിന് പൂർണ്ണമായിട്ട് അത് നിരോധിക്കണം എന്നുള്ള വാദഗതിയൊക്കെ ഉള്ളത് കൊണ്ടാണ് പിന്നീട് ഇത് മൊറട്ടോറിയം പുനഃസ്ഥാപിക്കാതിരിക്കാൻ കാരണമെന്ന് ഓർക്കുക. ഇനി ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ആ 2 കാര്യങ്ങൾ കൂടി ഓർക്കുക. 2022 ഒക്ടോബറിൽ ധാര മസ്ജിദ് ഹൈബ്രിഡ് 11 എന്ന് പറയുന്ന ഒരു GM കടുക് കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകുന്നു. ആ അനുമതിക്കെതിരെ ഈ GM വിളകൾക്കെതിരെ അന്ന് ഈ തുടക്കം മുതലേ ഇന്ത്യയിൽ ഒരു ഗ്രൂപ്പ് വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്, GM ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അവരുടെ ഈ എന്താ പറയുക നേതൃത്വത്തിൽ കേസ് കൊടുക്കുകയും അങ്ങനെ 2024 ജൂലൈയിൽ അതിൽ 2 ജസ്റ്റിസുമാരടങ്ങുന്ന ബെഞ്ചിൽ നാഗരത്ന, സഞ്ജയ് കരോള് അത് യഥാർത്ഥത്തിൽ എന്താ പറയേണ്ടത് 1986 പരിസ്ഥിതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ 1989 രൂപം കൊടുത്ത കുറെ എന്താ പറയുക നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ, അതായത് റൂൾ ഇതൊന്നും ഞാൻ പറയുന്നില്ല, അത് ഒരു 3-4-5 സെക്ഷനിൽ വരുന്നതാണ്. 86 ഈ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ ഈ എന്താ പറയുന്നത് ചുവട് പിടിച്ചുകൊണ്ട് ഈ 1986 പരിസ്ഥിതി നിയമത്തിന്റെയാണ് 89 അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ചില നിയമങ്ങൾ വന്നത്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള വിളകൾ ഉണ്ടാക്കുന്നത് വലിയ പ്രശ്നമാണ്, പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും പ്രശ്നമാണെന്നുകൊണ്ട് സർക്കാർ അതിന്റെ ഈ റിലീസ് ചെയ്യാനുള്ള അനുമതി കൊടുത്തത്, പാരിസ്ഥിതിക അനുമതി ഒക്കെ നൽകിയത് യഥാർത്ഥ ഈ 2 അംഗ ബെഞ്ചിലെ നാഗരത്നയാണ് ഏറ്റവും കടുത്ത പരാമർശത്തോടുകൂടി മാറ്റിവെച്ച്. സഞ്ജയ് കരോൾ അത്ര അതിൽ താല്പര്യമില്ലെങ്കിലും അപ്പൊ അതിൽ പറയുന്ന പ്രകാരം ഞാൻ ആ സെന്റൻസ് കേസിന്റെ വിധി എന്റെ കയ്യിൽ കിടക്കുന്നതിന്റെ പ്രധാന ഭാഗം പറയുന്നതെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ഈ നിയമപ്രകാരം, അതായത് 1986 പരിസ്ഥിതി നിയമത്തിന്റെയും 1989 റൂൾസിന്റെയും അടിസ്ഥാനത്തിൽ യൂസ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഹസാഡസ് മൈക്രോ ഓർഗാനിസംസ്, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഓർഗാനിസംസ് ഓർ സെൽസ് അത് പാടില്ല എന്നാണ് അവരുടെ പരാമർശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ.
GF എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഞാൻ എൻ്റെ ഒന്നുകൂടി ഞാൻ ആ ഭാഗം പറയാം. അതായത് ജനിതക വ്യതിയാനം വരുത്തിയ എന്താ വേണ്ടത്, ഉൽപ്പന്നമോ അല്ലെങ്കിൽ കോശങ്ങളോ ജീവികളോ ഉപയോഗിക്കുന്നത്, ഇറക്കുമതി ചെയ്യുന്നത്, കയറ്റുമതി ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത് ഒക്കെ യഥാർത്ഥത്തിൽ ആ നിയമത്തിന് അല്ലെ ആ ചട്ടങ്ങൾക്ക് 86 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 89 അവിടെ രൂപം കൊടുത്ത നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചും ആലോചിച്ചും സർക്കാരിന്റെ നയം, പിന്നെ എല്ലാ പ്രാദേശികമായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ കടുക് കൃഷി ചെയ്യുന്ന എല്ലാവരുമായും ആ പ്രദേശത്തെ പ്രാദേശിക ഭരണകൂടങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇത് നടപ്പാക്കാവൂ എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4 മാസത്തിനുള്ളിൽ അതിന് ബന്ധപ്പെട്ട മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്നുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർക്കേണ്ടത് ഉണ്ട്. പക്ഷെ ഈ വിധി ഉണ്ടായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ സർക്കാരിന്റെ കാര്യമാണ്. നേരത്തെ സ്വാഗതത്തിലും അതുപോലെ അതിന് മുമ്പിലുള്ള ഡിസ്കഷനിൽ പറയുമ്പോൾ ഓർത്ത കാര്യം ഓർക്കേണ്ടത്, ഈ വിധി ഉണ്ടായിട്ട് കൂടി, നിലവിൽ ഉണ്ടായിട്ട് കൂടി നമ്മളെ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കഴിഞ്ഞ മെയ്, അതായത് 2025 മെയ് 4-ാം തീയതി 2 നെല്ല് കൃഷി ചെയ്യാൻ, ജനിതക വ്യതിയാനം വരുത്തിയ 2 നെല്ല് ഇപ്പൊ പരീക്ഷണ ഘട്ടത്തിലാണ്, അത് കർഷകർക്ക് റിലീസ് ചെയ്യാനുള്ള ഘട്ടത്തിലേക്ക് പോകാമെന്നുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് DRR ധൻ എന്ന് പറയുന്ന ധൻ 100 എന്ന് പറയുന്ന കമല എന്ന് പറയുന്ന ഒരു പേരിലൊരു ജനിതക വ്യതിയാനം വരുത്തിയ വിത്തും, അതുപോലെ പൂസ DST 1 എന്ന് പറയുന്ന റൈസ്. ഇത് രണ്ടും അവർക്ക് അനുമതി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര കൃഷിമന്ത്രി പറയുന്ന വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരണമാണ്. ഈ നെല്ലിനങ്ങളിൽ യഥാർത്ഥത്തിൽ മറ്റൊരു ജീവിയുടെ ജീന് അല്ലെങ്കിൽ മറ്റൊരു ചെടിയുടെ, നെൽച്ചെടിയല്ലാത്ത മറ്റൊരു ചെടിയുടെ ജീന് കയറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇത് ജനിതക വ്യതിയാനമല്ല, ജനറ്റിക് എഡിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് ആണ്. അതുകൊണ്ട് അത് എന്താ വേണ്ടത്, ഈ നിയമത്തിൽ നിന്ന് നമുക്ക് വിട്ട് കാണാം എന്നാണ് അവരുടെ വ്യാഖ്യാനം. ഇതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് വേണമെന്നൊന്ന് ഓർക്കുക. അതായത് ഈ പൂസ DST റൈസ് എന്ന് പറഞ്ഞ ജനിതക വ്യതിയാനം വരുത്തിയ വിളവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് എന്താന്ന് വെച്ചാൽ, അതിലെ 333 എന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ 366 ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. 366 നൈട്രജൻ ബേസുകൾ നീക്കം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഓർക്കണം, നിങ്ങൾ മനുഷ്യനാകും 300 കോടിയാണ്, നെൽച്ചെടി എത്രയാണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. അതിൽ 366 നൈട്രജൻ ബേസ് പെയറുകൾ നീക്കം ചെയ്തിട്ടാണ് ആ നെല്ല് വികസിപ്പിച്ചത്. മറ്റേ ഇനം എന്താ പറയുക, DRR ധൻ എന്ന് പറയുന്നത് അത്ര ചെയ്തിട്ടില്ല, 33 ജീനുകൾ നീക്കം ചെയ്തിട്ടാണുള്ളത്. എന്ന് വെച്ചാൽ മനുഷ്യൻ കണക്കാക്കുന്ന ആവശ്യമില്ല ഈ ജീനെന്ന് കണക്കാക്കുന്ന ഭാഗങ്ങൾ അവർ നീക്കം ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഓർക്കുക. അപ്പോൾ അതിന് GEACയുടെ അപ്രൂവൽ, മുമ്പ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്ന് പറയുന്നത്, ഇതിന് വെപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്നത്, അതിന് ഏറെക്കുറെ പിന്നെ സമ്മതി കൊടുത്തിട്ടും ഉണ്ട്. ഏറ്റവും ഒടുവിലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ എന്താ പറയുക, ജനിതക വ്യതിയാനം വരുത്തിയ 2 ഇനം ചോളങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പിന്നെ എന്താ പറയുക സർക്കാരിനോട് അനുമതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ അനുമതി യഥാർത്ഥത്തിൽ ആ അനുമതിയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞതുപോലെ ബെയർ ക്രോപ്പ് സയൻസ് ലിമിറ്റഡ്, യഥാർത്ഥത്തിൽ മൊൺസാൻഡോ എൻ്റെ ആൾ തന്നെയാണ്. മൊൺസാൻഡോ ഒക്കെ ഇപ്പൊ ഏകദേശം ബെയർ വാങ്ങി കയ്യിൽ ഒതുക്കി കഴിഞ്ഞു. അപ്പോൾ ബെയർ ക്രോപ്പ് സയൻസ് ലിമിറ്റഡ് ഒരു പ്രപ്പോസൽ നൽകി, ഈ പിന്നെ എന്താ പറയേണ്ടത്, ചോളം കൃഷി ചെയ്യുന്നത് നല്ലതായിരിക്കും, ലാഭകരമായി കൃഷി ചെയ്യാം, മെച്ചപ്പെട്ട വിളവ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഒരു വളഞ്ഞ വഴിയിലൂടെയൊക്കെ സമീപിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി ഇത്, അതായത് ഈ ഹെർബിസൈഡ് ടോളറൻറ്റ്, അതായത് കളനാശിനി തളിച്ചാലും അതിജീവിക്കുന്ന മെയ്സും, അതുപോലെ ഇൻസെക്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ BT ആണ് ശരിക്കും നേരത്തെ പറഞ്ഞ BT വിഭാഗത്തിൽപ്പെടുന്ന ചോളവും കൃഷി ചെയ്യാൻ വേണ്ടി പഞ്ചാബ് യൂണിവേഴ്സിറ്റി അംഗീകാരം നൽകിയിരിക്കുകയാണ്.
അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പഞ്ചാബ് സർക്കാർ ഇപ്പം ആം ആദ്മി പാർട്ടി സർക്കാരാണ്. ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുന്നതല്ല, പ്രതീക്ഷയോടുകൂടി വന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്ന എത്രയോ മുമ്പ് തന്നെ പഞ്ചാബ് സർക്കാർ അതീവ ഹാനികരമാണ് ഈ കളനാശിനി, പ്രത്യേകിച്ചും റൗണ്ടപ്പ് അല്ലെങ്കിൽ ഗ്ലൈഫോസേറ്റ് എന്ന് പറയുന്ന കളനാശിനി വളരെ അനാരോഗ്യകരമായ ഒരു വിഷവസ്തുവാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബിൽ ഈ കളനാശിനിയായിട്ടുള്ള ഗ്ലൈഫോസേറ്റിലെ റൗണ്ടപ്പ് എന്ന് പറയുന്ന കളനാശിനി പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിരോധനം കൊണ്ടുവന്ന ഒരു സർക്കാരാണ്. ഇതേ സാധനം, അതായത് ഗ്ലൈഫോസേറ്റ് പൊട്ടാസ്യം സാൾട്ട് പ്രയോഗിച്ചുകൊണ്ടുള്ള ഈ BT അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസെക്ട് റെസിസ്റ്റൻസ് ഉള്ള ചോളം കൃഷി ചെയ്യാൻ അനുമതി നൽകിയിട്ടുള്ളത് എന്നൊരു വിരോധാഭാസമാണ്. നിങ്ങൾ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കുന്ന മനസ്സിലാക്കുന്നത്, ഏതൊരു സർക്കാരാണോ ഹെർബിസൈഡ് ആയിട്ടുള്ള ഈ ഗ്ലൈഫോസേറ്റ് അല്ലെങ്കിൽ റൗണ്ടപ്പ് എന്ന് പറയുന്ന കളനാശിനി നിരോധിച്ചത്, അതേ സർക്കാർ ഇതേ അവരുടെ വിഷവസ്തു അല്ലെ കളനാശിനി പ്രയോഗിച്ചുകൊണ്ടുള്ള വിള ഉൽപ്പാദിപ്പിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും വേണ്ടി അനുമതി നൽകിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്ന് ഓർക്കേണ്ടത് ഉണ്ട്. ഇനി ഞാൻ എന്താണ് ഈ GM വ്യതിയാനം വരുത്ത രീതികൾ എന്താണെന്ന് ഞാൻ തൽക്കാലം പരാമർശിക്കുന്നില്ല. നിങ്ങളെന്ന് ചോദിച്ചു ഞാൻ പറയാം. പക്ഷെ ഞാൻ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്, എന്താണ് GM വിളകൾ വന്നു കഴിഞ്ഞാൽ കുഴപ്പം എന്നുള്ളതാണ്. കുഴപ്പമേ ഉള്ളൂ എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ഇതിന്റെ വക്താക്കൾ പറയാ നേട്ടമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ, അതായത് സാധാരണ കൃഷി പോയി, ഹരിത വിപ്ലവം വന്നു, അത് മോശം തോന്നിയപ്പോൾ ഇതിന്റെ ഇത് ഇന്ത്യയിലേക്ക് നടപ്പാക്കുന്ന ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച സ്വാമിനാഥൻ പറഞ്ഞു രണ്ടാം ഹരിത വിപ്ലവം വേണമെന്ന് പറഞ്ഞു. ഈ രാസവളവും കീടനാശിനിയും ഈ നാശിനികളല്ല, കളനാശിനി എന്ന് പറഞ്ഞാൽ അത് ഹാനികരവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ദീർഘകാല കൃഷി സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൃഷിക്ക് മോശമാണെന്ന് പറഞ്ഞ് രണ്ടാം ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു. ആ രണ്ടാം ഹരിത വിപ്ലവം വേണ്ടിക്കൽ ഈ GM വിളകളെ ഇനി നമുക്ക് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ പ്രയോക്താക്കൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, നിങ്ങൾ ഏകദേശം 200 രാജ്യങ്ങളുണ്ട്. 200 രാജ്യങ്ങൾ കൃത്യമല്ല, 197 98 UN അംഗീകരിച്ച രാജ്യങ്ങളുണ്ട്. അതിൽ ഏകദേശം 20ഓളം രാജ്യങ്ങൾ മാത്രമേ GM വിളകളുടെ ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോകും. ഈ 20 രാഷ്ട്രം, 20, 29, 28 ഉണ്ട് എങ്കിൽ 20ആണ് പ്രധാനമായിട്ട്. അതിൽ തന്നെ ഇതിന് കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഈ GM വിളകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒന്ന് അമേരിക്കയാണ്, ഒന്ന് ബ്രസീലാണ്, ഒന്ന് അർജന്റീനയാണ്, ഒന്ന് ചൈനയാണ്, ഇപ്പൊ ഇന്ത്യയും ആ രംഗത്തേക്ക്. ഇങ്ങനെ ഒരു 4-5 രാജ്യങ്ങൾ മാത്രമേ ഇതിന് പ്രോത്സാഹനം നൽകുന്നുള്ളൂ. അത് ഞാൻ എന്തിനു സൂചിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റെല്ലാ രാജ്യങ്ങളും ഇതിനെ സംശയത്തോടുകൂടി നോക്കിയാണ് പൊതുസമൂഹത്തിനും മനുഷ്യനും ഇതിന്റെ കൺസ്യൂമേഴ്സിനും ഒക്കെ ഇത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഇതാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊന്നും അവരുടെ പ്രൊഡക്ട്സ് ഈ GM പ്രൊഡക്ട്സോ GM കൃഷിയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഓർക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ പ്രധാനമായ ഒരു ഫാർമർ പക്ഷത്ത് അല്ലെങ്കിൽ കൺസ്യൂമർ പക്ഷത്ത് അല്ലെങ്കിൽ ആരോഗ്യപക്ഷത്ത് നിൽക്കുന്നവര് ഇത് പ്രധാനമായി കാണേണ്ട കാര്യം, ഒന്ന്, ഇത് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ഇൻക്ലൂഡിങ് കാർഷിക മണ്ണിലും കാർഷിക മേഖലയിലും. അതുപോലെ രണ്ടാമതൊന്ന്, ഇത് ഉപയോഗിക്കുന്ന ഈ GM സീഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വിളവുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന്റെ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. മൂന്നാമത്തത്, അത് ഈ നമ്മുടെ കർഷകരുടെ, നമ്മുടെ നാട്ടിന്റെ നെടുന്തൂണായിട്ടുള്ള കർഷകരുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന ഒരുപാട് ദുരന്തങ്ങൾ, അതുപോലെ സാമ്പത്തിക നഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ലൈവ്ലിഹുഡ്, അവരുടെ നിത്യജീവിതത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഞാനൊന്ന് പോയിന്റ് വൈസായിട്ട് കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അതിന്റെ സാങ്കേതിക വശങ്ങൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോവും, അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ എന്താണ് ഇത് പാരിസ്ഥിതികമായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്? ഒന്ന്, ഒരു വിള എന്ന് പറയുമ്പോൾ ഇപ്പൊ തക്കാളി, മുളക്, പിന്നെ
നമ്മൾ പിന്നെ പലതരത്തിലുള്ള മുളകുകൾ, പലതരത്തിലുള്ള തക്കാളികൾ, അതുപോലെ തന്നെ ഒരുപാട് പൂച്ചെടികൾ, ഞെട്ടാമുടിയം പോലുള്ള നമ്മുടെ പ്രദേശത്ത് കാണുന്ന ചില വൈൽഡായിട്ട് കാണുന്ന ചില നമുക്ക് ഉപകാരപ്രദമായ ഔഷധ സസ്യങ്ങൾ, ഇവയൊക്കെ നമ്മൾ ഒരു കുടുംബത്തിൽ പെടുന്നതാണ്. ഒരു കുടുംബത്തിൽ പെടുക. അതുപോലെ എല്ലാ ധാന്യവർഗ്ഗങ്ങളും ഒരു കുടുംബത്തിൽ പെടുന്നതാണ്. നമ്മൾ പൊയേസി അല്ലെ മുമ്പ് ഗ്രാമിനി എന്ന് പറഞ്ഞാല് തൃണവർഗ സസ്യങ്ങൾ, നമ്മുടെ മില്ലറ്റ്സും അതുപോലെ അരിയും ഗോതമ്പും ഒക്കെ ആയിക്കഴിഞ്ഞതൊക്കെ ഒരേ കുടുംബത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ജനിതക വ്യതിയാനം വരുത്തിയ വിളവ് കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഈ ജനിതക വ്യതിയാനം വരുത്തിയ ഈ മാറ്റം വരുത്തിയ ജീനിന്റെ സ്വഭാവങ്ങൾ അവിടെ പരാഗണത്തിലൂടെ കണ്ടാമിനേറ്റ് അല്ലെങ്കിൽ എൻവയറമെന്റൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് കണ്ടാമിനേഷൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഉണ്ടാവും. അത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയും. അതായത് സാധാരണ വിത്ത് കൃഷി ചെയ്തിട്ടും കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ കൃഷിയിടത്തിൽ ഈ ജനിതക വ്യതിയാനം വരുത്തിയ പരുത്തിയും ഉരുളക്കിഴങ്ങൊക്കെ വന്നപ്പോൾ കർഷകരോട് ഇതിന്റെ കമ്പനി പറഞ്ഞു, ഞങ്ങളെ വിത്താ നിങ്ങൾ കൃഷി ചെയ്യുന്നതൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോ ഒരു സ്വാഭാവിക ചുറ്റുപാടിൽ ജീവികൾക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ അല്ലെ അതിന്റെ തനിമ നിലനിർത്തി വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായി പോകും. എത്രയോ കാലം കൊണ്ട്, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതിയിലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രകൃതിയിലെ പരിണാമ പ്രക്രിയയിലൂടെ വികസിച്ചു വന്ന ജനിതക ഘടന അതിന് നിലനിർത്താൻ പറ്റാത്ത വിധത്തിൽ അപ്പുറത്തെ ചെടി അല്ലെങ്കിൽ ചെടി വളർത്തുന്നതിൽ നിന്ന് അതേ വിഭാഗത്തിൽപ്പെടുന്ന ചെടിയിലേക്ക് ഇത് കടന്നു വരികയും അതിന്റെ നിലനിൽപ്പ് ഇല്ലാതാകുകയും ചെയ്യുന്നുള്ളതാണ് പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ന് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ പ്രധാനമായി രണ്ടിനും ജനിതക വ്യതിയാനം വരുത്തിയ വിളകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒന്ന് വിഷം ചുരത്തുന്ന വിളകൾ, മറ്റൊന്ന് വിഷത്തെ അതിജീവിക്കുന്ന വിളകൾ. വിഷം ചുരത്തുന്നത് ഞാൻ പറയുന്നത് BT ആണ്. BT എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ വിഷം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജീനാണ് BT ജീൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന വിഷം ചുരത്തുന്ന ജീന്. മറ്റൊന്ന് ഈ എത്ര കളനാശിനി തളിച്ചു കഴിഞ്ഞാലും കളകളെ അതിജീവിച്ച് കളനാശിനിയെ അതിജീവിച്ച് വളരാൻ ശേഷിയുള്ള വിളകൾ, അതിനാണ് ഹെർബിസൈഡ് ടോളറന്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞത് വിഷത്തെ അതിജീവിക്കാനുള്ള വിളകൾ. അപ്പോൾ BT ടോക്സിൻ പ്രയോഗിച്ച സ്ഥലത്ത് BT ജീൻ പ്രയോഗിച്ചത് വഴി അല്ലെ ജനിതക വ്യതിയാനം വരുത്തി BT ജീൻ കയറ്റിയത് വഴി ആ ചെടി ഉണ്ടാക്കുന്ന BT ടോക്സിൻ യഥാർത്ഥത്തിൽ മണ്ണിലേക്ക് ലീച്ച് ഔട്ട് ചെയ്യുന്നു. എങ്ങനെയാ മണ്ണിലേക്ക് ലീച്ച് ഔട്ട് ചെയ്യുന്നത്? പരുത്തിയിൽ BT കയറ്റി കഴിഞ്ഞാൽ എങ്ങനെയാ മണ്ണിലെത്തുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന എൻ്റെ വിശ്വാസം. അതായത് അതിൻ്റെ ചെടിയുടെ വേരിലൂടെ ചില സ്രവങ്ങൾ അല്ലെങ്കിൽ ദ്രവങ്ങൾ മണ്ണിലേക്ക് വരും. വിഷമാണ്. ചെടി മണ്ണിൽ നിന്ന് വിളിച്ചെടുക്കുന്ന പോലെ തന്നെ ചെടിയെ സഹായിക്കുന്ന ഫംഗസുകളും അതുപോലെ തന്നെ സൂക്ഷ്മജീവികളും വളരാൻ ആവശ്യമായ ചില പോഷകങ്ങളും ഗ്ലൂക്കോസും ഒക്കെ വേരിലൂടെ കുറേശ്ശെയായിട്ട്, വളരെ കൂടുതലൊന്നും ഉണ്ടാവില്ല, മണ്ണിലേക്ക് വരും. അതിന് ശാസ്ത്രഭാഷയിൽ റൂട്ട് എക്സിഡേഷൻ അല്ലെങ്കിൽ ലീച്ചിങ് എന്നാ പറയാ, അത് വരും. അപ്പൊ അത് ഓർക്കേണ്ട കാര്യം, അതൊരു വിഷവസ്തുവാണെന്ന് നിങ്ങൾ മനസ്സിൽ വരണം. ഒരു പുഴുവിനെ പോലും കൊല്ലാൻ ശേഷിയുള്ളതാണ് ഈ BT ടോക്സിൻ എന്ന് പറയുന്നത്. അത് മണ്ണിലേക്ക് വരുമ്പോൾ കാർഷിക മണ്ണിനെ മണ്ണായി നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ മണ്ണിൽ വളരുന്ന അസംഖ്യം ബാക്ടീരിയകളും നിരവധി ബാക്ടീരിയങ്ങളുടെ ആ ബാക്ടീരിയങ്ങളും അതുപോലെ മണ്ണിൽ വളരെ വ്യാപിച്ച് വളരുന്ന ഈ ഫംഗസ് അല്ലെങ്കിൽ കുമിൾ സമൂഹമാണ്. പ്രത്യേകിച്ചും വേരും ചെടിയും മണ്ണുമായി ബന്ധം സ്ഥാപിക്കുന്ന യഥാർത്ഥ ഈ ഫംഗസുകൾ അതിനെ ഇത് ബാധിക്കും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ മണ്ണിനെ ഡിറ്റീരിയേറ്റ്, മണ്ണിന്റെ സ്വാഭാവികമായ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലപുഷ്ടി, ഊർവരത അത് നഷ്ടപ്പെടുത്തും എന്ന് ഓർക്കുക. അതാണ് ഒരു കാര്യം. അതുപോലെ ഈ BT ഈ ജീന് കയറ്റിയ ഒരു വിള കൃഷി ചെയ്യുമ്പോൾ അതിന് പൂക്കൾ ഉണ്ടാകാം, അതിന് ഇലകൾ ഉണ്ടാകാം, മറ്റു ഭാഗങ്ങൾ ഉണ്ടാകാം. ഇതിനെ തിന്നുന്ന അല്ലെങ്കിൽ ഇതിനെ തേൻ കുടിക്കുന്ന അസംഖ്യ ജീവികളുണ്ട്. അപ്പോൾ അവക്കൊക്കെ ഇത് ദോഷമായി വരും. അപ്പോൾ നമ്മൾ കീടത്തെ അതിജീവിക്കാനാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ളതാണ് പലതരത്തിലുള്ള ചിത്രശലഭങ്ങൾ, അതുപോലെ തേനീച്ചകൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. തേനീച്ചകൾ നമ്മുടെ ഈ പ്രത്യേകിച്ചും
പച്ചക്കറികളിലും ഫലവർഗ്ഗങ്ങളിലൊക്കെ പരാഗണത്തിനൊക്കെ സഹായിക്കുന്ന പോളിനേഷൻ ഏജന്റാണ്. അപ്പോൾ അവ ഇതിൽ വന്ന് തേന് കുടിക്കുകയോ അവയെ ആഹരിക്കുകയോ ചെയ്യുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, അവയുടെ ലാർവകൾ ആഹരിക്കുകയോ ഘട്ടം ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ജനിതക വ്യതിയാനം വരുത്തി കയറ്റി വെച്ച ഈ ജീൻ ഉൽപ്പാദിപ്പിക്കുന്ന BT ടോക്സിൻ കൊണ്ട് അവയുടെ നാശം ഉണ്ടാകും. മൊണാർക്ക് ബട്ടർഫ്ലൈ കുറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള BT കൃഷി ചെയ്യുന്നതൊക്കെ തേനീച്ചകളുടെ എണ്ണം കുറയുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതിനേക്കാളും വലിയൊരു പ്രശ്നം എന്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് BT പരുത്തി പറയുന്നത്? ഇന്ത്യയിൽ BT പിന്നെ പരുത്തിയെ കൃഷി ചെയ്യാൻ അനുമതിയുള്ളതുകൊണ്ടാണ്. BT ചോളം ഉണ്ട്, ഇന്ന് BT സോയാബീൻ ഉണ്ട്, BT പൊട്ടറ്റോ ഉണ്ട്. അങ്ങനെ ഒരുപാട് വിളകൾ ഇപ്പം വന്നിട്ടുണ്ട്, തിന്നാൻ പറ്റുന്നതും. നമ്മളിത് ചെയ്യുന്ന മാത്രം. അപ്പോൾ കർഷകരോട് പറഞ്ഞത്, നിങ്ങളുടെ പരുത്തിയെ കീടങ്ങൾ ആക്രമിക്കില്ല, ബോൾ വീം ആക്രമിക്കില്ല, അതുകൊണ്ട് നിങ്ങളിത് ചെയ്തോളൂ എന്നാണ്. അങ്ങനെ ചെയ്തു, മാതൃക കണ്ടു. കൂടുതൽ എല്ലാ കർഷകരും ഇതിലേക്ക് വന്നു. അങ്ങനെ ഏറെക്കുറെ പരുത്തി കർഷകരെല്ലാം BTയിലേക്ക് മാറുകയും ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ക്രമേണ ലോകത്തെ ഏറ്റവും അതിജീവന ശേഷിയുള്ള വിഭാഗമാണ് പ്രാണികൾ. ഈ പ്രാണികൾ അതിജീവന ശേഷി നേടുകയും അവരൊരു സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ പ്രതിരോധം അവർ നേടിയെടുക്കുകയും ചെയ്തു. അതായത് BT ടോക്സിൻ ഉള്ള പരുത്തിയിലേക്കോ അല്ലെങ്കിൽ ചെടിയിലേക്കോ വന്നാലും അവയുടെ കുഞ്ഞുങ്ങൾ അവയെ ആഹരിച്ചാലും അവർക്കൊന്നും പറ്റില്ല. അങ്ങനെ അവയിൽ നിന്ന് തലമുറ ഉണ്ടാകുമ്പോൾ സെക്കൻഡറി റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ദ്വിതീയ പ്രതിരോധ ശേഷിയുള്ള കീടങ്ങൾ വളർന്നു വന്നു. അപ്പോൾ കർഷകൻ എന്ത് വേണ്ടി വന്നു? BT വിത്ത് വില കൂടുതൽ കൊടുത്ത് വിത്ത് വാങ്ങി കൃഷി ചെയ്തു. ആദ്യം കൃഷി ചെയ്തപ്പോൾ നേട്ടം കിട്ടി. പക്ഷെ പിന്നീട് വന്നപ്പോൾ അവയെ തിന്നുന്ന പ്രാണികളിലെ കീടങ്ങൾ പൂർവാധിക ശക്തി പ്രാപിച്ചു, അല്ലെങ്കിൽ പ്രതിരോധം നേടി. അപ്പോൾ കർഷകൻ ഉപയോഗിക്കുകയും വേണം. പണ്ട് ഉപയോഗിച്ചതിനേക്കാളും കൂടുതൽ ഈ പ്രാണികളെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കീടങ്ങൾ അകറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൂടിയ അളവിൽ കീടനാശിനി പ്രയോഗം വേണ്ടി വന്നു. അപ്പോൾ കൂടുതൽ കീടനാശിനി പ്രയോഗം വേണ്ടി വരുമ്പോൾ നിങ്ങൾക്കറിയാതെ മണ്ണിനെ മലിനപ്പെടുത്തും, ജലത്തെ മലിനപ്പെടുത്തും, വായു മലിനപ്പെടുത്തും. ഇതൊക്കെ മലിനപ്പെടുത്തുന്നതാണ് മനുഷ്യന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുപോലെ കളനാശിനി പ്രയോഗം, റൗണ്ടപ്പ് അല്ലെങ്കിൽ ഗ്ലൈഫോസേറ്റ് കളനാശിനി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, എത്ര ഉപയോഗിച്ചു കഴിഞ്ഞാലും വിളകൾ പോവില്ല. അതായത് ഹെർബിസൈഡ് ടോളറൻറ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്ന കളനാശിനി പ്രതിരോധമുള്ള വിളകൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പരിശീലനത്തിന്റെ അളവ് എൻ്റെ കൃത്യമായിട്ടില്ല, ഞാൻ വേണ്ടിക്ക് നിങ്ങൾ ചോദിക്കുക, റെഫർ ചെയ്ത് പറഞ്ഞു തരാം. അമേരിക്കയിൽ ജോർജിയയിൽ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്ത്, ഈ എന്താ പറയുക സമതല പ്രദേശമാണ്, അവിടെ ഈ എന്താ പറയുന്നത് ഈ ഗ്ലൈഫോസേറ്റ് അല്ലെങ്കിൽ റൗണ്ടപ്പ് ചെയ്ത് ഈ തളിച്ചുകൊണ്ടാണ് അവർ കളകളെ നശിപ്പിച്ച് വ്യവസായ എടുത്താൽ വൻതോതിൽ കൃഷി ചെയ്തിരുന്നത്. പക്ഷേ തളിച്ചഴിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അവിടെ ചില കളകൾ ഈ റൗണ്ടപ്പിനെ ഗ്ലൈഫോസൈറ്റിനെ അതിജീവിക്കാൻ ശേഷി വന്നു. അങ്ങനെ അവരെ പിഗ്വീഡ് എന്ന് പറയുന്ന ഒരു കള, പിഗ്വീഡ് എന്ന് വെച്ചാൽ ആ സാങ്കേതിക പദം നിങ്ങൾ വിട്ടേ, നമ്മളെ എന്താ വേണ്ടത് റോഡ് സൈഡിലൊക്കെ വേസ്റ്റൊക്കെ കൂട്ടുന്നിടക്കെ കാണുന്ന ഈ മുള്ളൻ ചീര എന്ന് പറയുന്ന ചീരകളുണ്ട്, ഒരു മുള്ളുള്ള ചീര പോലത്തെ ചെടി, അതിൻ്റെ കുടുംബത്തിൽപ്പെടുന്ന ഒരു ചെടി ഒരു കാരണവശാലും മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഈ ഗ്ലൈഫോസൈറ്റിനെ അതിജീവിച്ചു വന്നു. അങ്ങനെ ഹെക്ടർ കണക്കിന് സ്ഥലം അവർക്ക് ഒരു തരത്തിലും ഈ കളകളെ നീക്കം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി മാറുകയും ആ കൃഷിസ്ഥലം ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഓർക്കുക. ഇതൊക്കെയാണ് പാരിസ്ഥിതികമായിട്ട് പറയാനുള്ള, സംക്ഷിപ്തമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഒപ്പം എത്ര കീടനാശിനിയോ കളനാശിനിയോ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് നമ്മളെ വെള്ളത്തെ, വായുവെ അല്ലെങ്കിൽ ഭൂമിയെ മലിനപ്പെടുത്തും. അത് ഇന്റേണായിട്ട് എന്താ പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് ഓർക്കുക. ഇനി ഡയറക്റ്റ് ഇത് ഉപയോഗിക്കുന്നവർക്കുള്ള ഹെൽത്ത് പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരു 50 ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. പിന്നെ ഒന്ന്, ഈ ഭക്ഷ്യവിളകൾ, ഈ GM വിളകൾ, അതായത് GM ജനിതക വ്യതിയാനം വരുത്തിയ ചെടികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നിന്ന പലരിലും എലർജി കണ്ടു, എലർജി കാണാനിടയായിട്ടുണ്ട്. ഈ എലർജി എന്ന് പറയുന്നത് മിക്കവർക്കും നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ശരീരത്തിന്, ഓരോ വ്യക്തിക്കും ശരീരത്തിന് സുപരിതമായിട്ടുള്ള അല്ലെങ്കിൽ നിത്യേന പരിചയപ്പെട്ട സാധനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലാകുമ്പോൾ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ സാധാരണ പൊരുത്തപ്പെടാൻ പ്രയാസമുള്ള ഒരു സാധന ശരീരത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ സ്പർശിക്കുകയോ കടക്കുകയോ ശ്വസിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അതിനെതിരെ ശരീരത്തിൽ ചില ആന്റിബോഡികൾ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഹിസ്റ്റാമിൻ എന്ന് പറയുന്ന ആന്റിബോഡീസ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീനാണത് എന്ന് പറയുക. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനെ എതിർക്കാൻ വേണ്ടി ഹിസ്റ്റാമിൻ എന്ന് പറയുന്ന ഇതുണ്ടാകുകയും
അത് ശരീരത്തിൽ ഈ എന്താ പറയുന്നത് അലർജിക് സിംറ്റംസ് സാധാരണ നിങ്ങൾക്ക് അറിയാലോ, ചുവന്ന് തടുക്കുക, ചൊറിയുക, തുമ്മുക, ചുമക്കുക, ചിലപ്പോൾ കൂടുതലായി കഴിഞ്ഞ് ഇൻഫ്ലമേഷൻ പോലെ വീർത്ത് വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ അതിനൊരു കാരണമായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെടിയിൽ ജനിതക വ്യതിയാനം വരുത്തുമ്പോൾ അതിലുണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റ് ഉള്ള ചെടിയിൽ ഉണ്ടാകുന്ന ചെടികൾ എന്തോ ആയിക്കട്ടെ, അതിന്റെ തിന്നാൻ പറ്റുന്ന സാധനങ്ങളുടെ ഘടനയിൽ മാറ്റം വരും. അപ്പോൾ ഇന്നലെ വരെ തിന്ന സ്റ്റാർച്ചോ അല്ലെങ്കിൽ ഇന്നലെ വരെ തിന്ന പ്രോട്ടീനോ ആയിരിക്കില്ല ചെടി ഇന്നലെ കഴിച്ച അരിയിൽ നിന്ന് കിട്ടിയതായിരിക്കില്ല നിങ്ങൾ GM വ്യതിയാനം വരുത്തിയ ഒരു അരിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗോതമ്പിൽ നിന്നോ അല്ലെങ്കിൽ പറഞ്ഞ മില്ലറ്റിൽ നിന്നോ പച്ചക്കറിയിൽ നിന്നോ ഉണ്ടാകുക. അതിന് മാറ്റം വന്നു. ഇന്നലെ തിന്ന തക്കാളിയിൽ ഉള്ളതല്ല ഇന്നത്തെ GM തക്കാളി തിന്നത്. ഇന്നലെ തിന്ന GM അല്ലാത്ത ഒരു ചോളത്തിന്റെ ഭക്ഷണത്തെ ആയിരിക്കില്ല ഇന്ന് GM ചോളം തിന്നാൻ ഉണ്ടാകുക. അതിന്റെ തന്മാത്രാ ഘടനയിൽ മാറ്റം ഉണ്ടാകുകയും അപ്പൊ തന്നെ അപരീതത്വം ഉണ്ടാവുകയും ഒരു ഫോറിൻ ബോഡിയായിട്ട് ശരീരത്തിന് തോന്നുകയും അപ്പൊ അതിനെതിരായി ശരീരം പ്രതികരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അലർജി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പല GM പിന്നെ എന്താ പറയുക ഭക്ഷ്യവിളകൾക്കും ഈ എന്താ പറയുക ഈ അലർജിക് സെൻസേഷൻ അല്ലെങ്കിൽ അലർജി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സോയാബീനൊക്കെ ഉണ്ടാക്കുന്നത് ബ്രസീൽ നെട്ട് എന്ന് പറയുന്ന പിന്നെ ഒരു നെട്ടിന്റെ ജീനാണ് ഈ സോയാബീനിലേക്ക് കടത്തി ഈ ജനിതക വ്യതിയാനം വരുത്തിയിട്ടുള്ളത്. അപ്പൊ ബ്രസീൽ നെട്ടിനോട് സാദൃശ്യം ഉള്ളത് ഇതിന്റെ ഈ സോയാബീനിലേക്ക് വരുമ്പോൾ അത് പിടിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സോയാബീൻ കഴിച്ചവർക്ക് അത് പ്രശ്നം ഉണ്ടാക്കും. അതാണ് അലർജിക്കാരുള്ളത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ അങ്ങനെ കൂടുന്നത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രോബ്ലം, അന്നപഥത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ. ഇപ്പൊ ജനിതക വ്യതിയാനം വരുത്തിയ ഉരുളക്കിഴങ്ങ് കൊടുത്ത ഈ തിന്നിച്ച് വളർത്തി പരീക്ഷണം നടത്തിയ എലികളില് അവരുടെ അന്നപഥത്തിന് ദ്വാരങ്ങൾ ഉണ്ടാകുന്നതും ക്യാൻസറിന് കാരണമായി തീരുന്നതുമായിട്ട് കണ്ടെത്തിയിട്ട് ഉണ്ട്. ഇതുപോലെ ചില കർഷകരുടെ പഠനങ്ങൾ അമേരിക്കയിലൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ജനിതക വ്യതിയാനം വരുത്തിയ ചോളം, നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ ഒരു പ്രധാന ഭക്ഷ്യവിളയാണെങ്കിൽ പോലും അമേരിക്കയിൽ ചോളം കൃഷി ചെയ്യുന്നത് പ്രധാനമായും കാലിത്തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്, ബയോ ഫ്യൂവൽ ഉണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ GM പിന്നെ എന്താ പറയുന്നത് വിളകള് അല്ലെ GM ചെടികള് കാലിത്തീറ്റയായിട്ട് കൂടുതൽ കൊടുത്തപ്പോൾ അല്ലെ കൂടുതൽ തീറ്റയായിട്ട് പശുക്കൾക്കൊക്കെ കൊടുത്തപ്പോൾ കർഷകരുടെ നിരീക്ഷണം, കൃത്യമായ തെളിവൊന്നും അതിനില്ല, കർഷകരുടെ നിരീക്ഷണ അനുഭവം പറയുന്നതെന്ന് വെച്ചാൽ അവരിൽ സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ അവർക്ക് ഗർഭധാരണത്തിലുള്ള ശേഷി കുറയുന്നതായിട്ട് ചില പഠനങ്ങളും ചില നിരീക്ഷണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ക്യാൻസർ ഞാൻ പറഞ്ഞു, ക്യാൻസർ ട്യൂമറൊക്കെ ഉണ്ടാകും. അതുപോലെ ന്യൂട്രീഷണൽ ചേഞ്ചസ്, നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞു ബയോ എന്താ പറയുന്നത് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ബയോ ഫോർട്ടിഫിക്കേഷൻ എവിടെ നിൽക്കട്ടെ, ബയോ ഫോർട്ടിഫിക്കേഷൻ നടക്കുന്നത് പോലെ തന്നെ GM വിളകളിൽ ന്യൂട്രീഷണൽ ചേഞ്ചസ് ഉണ്ടാവും. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. എപ്പോഴും ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ സമ്പുഷ്ടീകരിക്കുന്ന രീതിയിലാകണം എന്ന് ഇല്ല. നിലവിലുള്ള ആ പോഷകഘടനയിൽ വ്യത്യാസം വരും. ആ വ്യത്യാസം വരുന്നത് പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ ഈ ദഹനവുമായി ബന്ധപ്പെട്ട് അന്നപഥവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട കാര്യം, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വയറ് നിറയാൻ മാത്രമല്ലല്ലോ, അത് നിങ്ങൾക്കറിയാലോ. അതിനകത്തെ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് ദഹിക്കണം, ആ ദഹിച്ചതിന് പോഷകാംശങ്ങൾ ശരീരത്തിലേക്ക് എടുക്കണം. അത് എന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും പ്രതിരോധത്തിനും അതുപോലെ തന്നെ പിന്നെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും ഒക്കെ പ്രയോജനപ്പെടുത്തണം. അതിനാണ് നമ്മൾ സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുക. ഈ അസിമിലേഷൻ സാധ്യമാക്കി തീർക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അസംഖ്യം രാസാഗ്നികളിലെ എൻസൈംസ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ എൻസൈം എന്ന് പറയുന്നത് എത്രയോ കാലം കൊണ്ട് ശരീരം പരിചിതമായ ആഹാരത്തിൽ നിന്നൊക്കെ ആണ് ആ എൻസൈം നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതുവരെ പരിചയമില്ലാത്ത രീതിയിൽ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ജനിതക വ്യതിയാനം വരുത്തിയ ഒരു ഉൽപ്പന്നം വരുമ്പോൾ നമ്മൾ നിലവിലുള്ള ശരീരത്തിലുള്ള എൻസൈമിന് അല്ലെങ്കിൽ രാസാഗ്നിക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഉയർന്ന ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ ഈ എൻസൈമിനെ പറ്റി പഠിക്കുന്നത് ലോക്ക് ആൻഡ് കീ സമ്പ്രദായമാണ് എൻസൈം അല്ലെങ്കിൽ രാസാഗ്നികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പൂട്ടിന് ഒരു താക്കോലാണ്. അതുപോലെ ശരീരത്തിൽ ഒരു പ്രവർത്തനം നടക്കാൻ അല്ലെങ്കിൽ ഒരു പോഷകത്തെ കൈകാര്യം ചെയ്യാൻ ഒരു എൻസൈമാണ്, അത് അസിമിലേറ്റ് ചെയ്യാൻ വേറൊരു എൻസൈമാണ്. അപ്പോൾ ഇന്നലെ വരെ കഴിച്ച അരിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കരി കഴിക്കുമ്പോൾ ശരീരത്തിൽ ഇന്നലെ വരെ പ്രവർത്തിച്ച എൻസൈമിന് ഇന്ന് കഴിച്ച വ്യത്യസ്തമായ പോഷകത്തിൽ അതിന് അല്ലെങ്കിൽ ആ സബ്സ്ട്രേറ്റത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും
അത് ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ജനിതക വ്യതിയാനം വരുത്തിയ ഭക്ഷ്യവിളകൾ കൂടുതൽ കഴിച്ചവരിൽ ഒരു നിരീക്ഷണം കാണുന്നത് ഇമ്മ്യൂണിറ്റി സപ്രഷൻ എന്ന് വെച്ചാൽ നമ്മുടെ രോഗങ്ങളെ ചെറുക്കാനുള്ള നമ്മുടെ ശരീരത്തിന്റെ ശേഷി കുറയുന്നതായിട്ടാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി വേണം. അന്യ രോഗാണുക്കളെയോ അന്യ വസ്തുക്കളെയോ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിരിക്കാൻ തീരാതിരിക്കാൻ വേണ്ടി അവയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റി പവർ തന്നെ നമ്മുടെ ശരീരത്തിന്റെ നാശത്തിന് അല്ലെങ്കിൽ കോശത്തിന്റെ പ്രവർത്തനത്തിന് നാശമുണ്ടാക്കാവുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നതിന് കാരണമായി തീരും. അതുപോലെ തന്നെ നമ്മുടെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, നമ്മൾ ചില കഠിന രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിന്ന് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത്തരം മരുന്നുകൾക്ക് എതിരെ ഒരു പ്രതിരോധം ശരീരം നേടും. അപ്പോൾ ഈ GM വിളകൾ കൂടുതൽ കഴിച്ച് ഈ പ്രതിരോധം, അതായത് ഔഷധ പ്രതിരോധം നമുക്ക് അങ്ങനെ പറയാം, ഈ ഔഷധ പ്രതിരോധം എന്ന് പറയാം. ഔഷധ പ്രതിരോധം നേടിക്കഴിഞ്ഞാൽ അത് ആന്റിബയോട്ടിക്കോ മറ്റേ ഔഷധങ്ങളോ എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് നിലവിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ കഴിച്ചാൽ നമുക്ക് അതിനെ കൊണ്ട് പ്രയോജനം കിട്ടാതെ വരും. ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് ഓർക്കുക. ഇനി നമ്മൾ കർഷക മേഖലയിൽ ഒരു 3-4 പോയിന്റ് കൂടി പറഞ്ഞു നിർത്താം. കർഷക മേഖലയിൽ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത്, കർഷകന് വിത്തിന്റെ മേലെ ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശമുണ്ട്, ഒരു സ്വാശ്രയത്വമുണ്ട്. അത് കംപ്ലീറ്റ് എബോളിഷ് ചെയ്യും, ഇല്ലാണ്ടായി പോകും. കാരണം GM വിളകൾ വ്യാപകമായി വന്നു കഴിഞ്ഞാൽ ഈ GM വിത്ത് വാങ്ങാൻ പ്രേരിതമാകും. അതൊക്കെയാണ് ഈ ഈ കോട്ടണിന്റെ ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യമെന്ന് ഓർക്കുക. അപ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു 2-3 ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ GM ടെക്നോളജി ഒന്നും ശരിക്കും ഇൻഡിജിയസ് അല്ലെ നമ്മുടെ നാട്ടിലുള്ള ഒരു ടെക്നോളജി അല്ല. ശരിക്കും നമ്മൾ അത് സ്വീകരിച്ചു അല്ലെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഈ ടെക്നോളജി പിന്നെ എന്താ പറയുക, നമ്മൾ വാങ്ങുമ്പോൾ അല്ലെ ഉപയോഗിക്കുമ്പോൾ ഇതിന് നമ്മൾ ഈ എന്താ പറയുക ഭൗതിക സ്വത്തവകാശ നിയമപ്രകാരം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രകാരം അവര് ഇത് ഭാരിച്ച ചെലവുള്ള ഗവേഷണങ്ങളാണ് GM ഗവേഷണങ്ങൾ മുഴുവൻ. അപ്പൊ അതിന് കോടാനുകോടി ഡോളർ അവർ ചെലവാക്കി കഴിഞ്ഞാൽ അവർക്കതിന് ടേൺ ഓവർ കിട്ടണം. അല്ലാതെ വെറുതെ അല്ല ഈ മൾട്ടിനാഷണൽ കമ്പനിയും ഇത്തരം ഗവേഷണ സ്ഥാപനങ്ങളും ഇത്തരം സാധനങ്ങൾ വികസിപ്പിക്കുന്നത്. അവർക്ക് എന്ത് ഈ ഗവേഷണത്തിലൂടെ വികസിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെലവായോ, ഒരു GM വിള ഉണ്ടാക്കാൻ വേണ്ടി എത്രയൊക്കെ ചെലവായോ ആ ചെലവൊക്കെ അവർക്ക് ലാഭസഹിതം തിരിച്ചു കിട്ടണം. അപ്പോ അത് ഈ എന്താ പറയുന്നത്, പേറ്റന്റ് ജീവികൾക്ക്, ജീവനുള്ള കോശങ്ങൾക്ക് പേറ്റന്റ് ഇല്ലെങ്കിൽ പോലും ഈ ഭൗതിക സ്വത്തവകാശ പ്രകാരം ഈ വിത്തുകൾ വാങ്ങുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു ഏജൻസിയാ കൊടുക്കുന്നത് അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് റോയൽറ്റി പോലെ ഒരു തുക ഇവർ ഈടാക്കും. അതുകൊണ്ട് സാധാരണ വിലക്ക് കർഷകർക്ക് വിത്ത് നൽകാൻ പ്രയാസമുണ്ടാകും എന്ന് ഓർക്കുക. അങ്ങനെയാണ് അല്ലെങ്കിൽ ഈ വിത്ത് വാങ്ങാൻ ഈ ബഹുരാഷ്ട്ര കമ്പനികളുടെ അല്ലെങ്കിൽ അവരുടെ ഏജന്റുകളായി പ്രവർത്തിക്കുന്നവരുടെ അടുക്ക പോയിട്ട് മാത്രമേ കർഷകന് വിത്ത് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവൂ എന്നുള്ള ഒരു സാഹചര്യം വരൂ. അപ്പോൾ അവര് അതിനെ പറയുന്ന വില, പരുത്തിക്കുരുവിനൊക്കെയുള്ള വില GM-ന് കൂട്ടി അതുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാനത് വീണ്ടും ഇവിടെ പറയുന്നില്ല. അത് എത്ര വില കൊടുത്താലും അവർ വാങ്ങേണ്ടി വരുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത്തരം ആധുനിക വിത്തുകൾ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണ ഹൈബ്രിഡ് വെറൈറ്റി അല്ലെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്ത് എന്ന് പറഞ്ഞ് ഹരിത വിപ്ലവ കാലത്ത് വന്നത് തന്നെ നിങ്ങൾ നോക്കുക. സാധാരണ നാടൻ വിത്തുകളെ പോലെ നാടൻ രീതിയിലുള്ള വളങ്ങളോ നാടൻ ശ്രദ്ധയോ നാടൻ പ്രയോഗങ്ങളോ ഉണ്ടായാൽ പോരാ. അവർക്ക് കുറച്ച് കീടനാശിനി വേണം, കുറച്ച് കളനാശിനി വേണം, കൃത്യമായി വെള്ളം കൊടുക്കണം, കൃത്യസമയത്തിന് പരിപാലന മുറകളുണ്ട്, ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ വിത്ത് വാങ്ങുമ്പോൾ ഇത്തരം കമ്പനികൾ വിത്ത് മാത്രമല്ല അവരോട് കർഷകരോട് നിർബന്ധിക്കുക അല്ലെങ്കിൽ കർഷകർ വാങ്ങേണ്ടി വരിക, പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ നമ്മൾ നിന്ന് വിത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന വിള അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വിള കിട്ടണ്ടെങ്കിൽ അതിന് ഇന്ന വളം ചേർക്കണം, ഇന്ന രീതിയിൽ നിങ്ങൾ ജലസേചനം നടത്തണം, ഇത്ര പ്രാവശ്യം നിങ്ങൾ വളം ചേർക്കണം, ഇന്ന കീടനാശിനി തളിക്കണം എന്നൊക്കെ പറയുന്ന ചില ചിട്ടകൾ. ഞാൻ അതിന് മലയാളിയിൽ പറയാൻ കിട്ടാത്തതുകൊണ്ട് അതിന് പാക്കേജ് ഓഫ് പ്രാക്ടീസ്, വിത്ത് പ്ലസ് പാക്കേജ് ഓഫ് പ്രാക്ടീസ് ആയിരുന്നു കർഷകന് കൊടുക്കേണ്ടി വരും. ഇതിനൊക്കെ കർഷകൻ പേ ചെയ്യേണ്ടി വരും. കർഷകന് സ്വാതന്ത്ര്യത്തോടുകൂടി അവന്റെ കൃഷിസ്ഥലത്ത് അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിത്തോ വിളയോ കൃഷി രീതികളോ അവലംബിക്കാൻ
പറ്റാത്ത വിധത്തില് അവനെ ആശ്രയത്വത്തിലേക്ക് എന്താ വേണ്ടത്, അല്ലെങ്കിൽ ഒരു വിധേയത്വത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക എന്ന് ഓർക്കുക. പിന്നെ നേരത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം ഓർക്കണം. ഈ എക്കോളജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിൽ ഈ പലതരത്തിലുള്ള ഇംബാലൻസ് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ തകിടം മറക്കുന്ന രീതിയിൽ ഉള്ള പ്രയോഗങ്ങൾ ഉണ്ടാക്കും എന്ന് ഓർക്കുക. പിന്നെ ഒരു പ്രധാന കാര്യം, ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ഈ കീടങ്ങള് പ്രതിരോധശേഷി, ദ്വിതീയ പ്രതിരോധശേഷി വളർത്തിയെടുക്കും എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ല, അതുകൊണ്ട് വീണ്ടും ഇവിടെ പറയില്ല. പിന്നെ പ്രധാനമായി ഓർക്കേണ്ട കാര്യം, കൃഷി എന്ന് പറയുന്നത് കർഷകന് ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അവന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, നാട്ടിന്റെ ആരോഗ്യത്തിനും നന്മകൾക്കും വേണ്ടിയിട്ടുള്ള, അതൊക്കെ ഇതിലൂടെ വെക്കും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴ് ഏകദേശം 100 കോടിയിലധികം ഓർഗാനിക് റൈസ് മാർക്കറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും മധ്യേഷ്യൻ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെയാണ് ഈ ഓർഗാനിക് റൈസ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത്. ഏകദേശം 100 കോടി ഡോളർ 100 കോടി ഡോളറിന്റെ ഈ ഒരു കയറ്റുമതി നെൽകൃഷിയിലും ഈ അവിടെ GM വിളയാ വരുന്നുണ്ടെങ്കിൽ വരണമെന്നില്ല. ഒരു കർഷകൻ ചെയ്തു കഴിഞ്ഞാൽ ആ GMന്റെ ജീന് ചിലപ്പോൾ പരമ്പരാഗതത്തിലുള്ള നെല്ലിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ എളുപ്പം, അല്ലെങ്കിൽ ഈ മില്ലറ്റ്സിലൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ അത് കൈമാറ്റം ചെയ്യപ്പെടും. കലർപ്പുണ്ടായി കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഉള്ള രാജ്യങ്ങൾ സൂക്ഷ്മമായി അത് പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ജനറ്റിക് മോഡിഫിക്കേഷൻ വന്ന ഘടകങ്ങൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കില്ല. അപ്പോൾ ഓർഗാനിക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ജൈവ ആഹാരം എന്നൊക്കെ പറയുന്ന ഓർഗാനിക് മാർക്കറ്റ് വിദേശത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ 100 കോടി ഡോളർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കയറ്റുമതിയാണ്. ഈ എന്താ പറയുക ഓർഗാനിക് റൈസ് എന്നത്, ആ മാർക്കറ്റ് പോലും ഇല്ലാതാവുകയാണ് ചെയ്യുക എന്ന് ഓർക്കേണ്ട കാര്യം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കൃഷി എന്ന് പറയുന്നത്, കൃഷിയുടെ മൂലധനം എന്ന് പറയുന്നത് മണ്ണാണ്, വെള്ളമാണ്, അതുപോലെ സാഹചര്യങ്ങളുള്ള വൈവിധ്യമാർന്ന എന്താ പറയുക സസ്യ ജന്തു സമൂഹമാണ്, അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയാം. അപ്പൊ ഇത് കൃഷിയിൽ മാത്രമല്ല, മനുഷ്യൻ ആരോഗ്യത്തോടുകൂടി നിലനിൽക്കേണ്ടെങ്കിലും മണ്ണിന്റെ ആരോഗ്യം വേണം. ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് വരുന്ന, മണ്ണ് നമ്മൾ ആഹരിക്കുന്നില്ലെങ്കിലും മണ്ണിന്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെടിയുടെ ആരോഗ്യം ഉണ്ടാവൂ. ചെടിയുടെ ആരോഗ്യത്തിലൂടെ മാത്രമേ അതിന്റെ സമ്പുഷ്ടമായ ആഹാരം, സന്തുലിതമായ പോഷകങ്ങളുള്ള ആഹാരം ഉണ്ടാവൂ. വെള്ളത്തിന്റെ ആരോഗ്യം വേണം, അതുപോലെ തന്നെ ജൈവ വൈവിധ്യം വേണം. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ കൃഷിയും ആ കൃഷിയിലൂടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ശുദ്ധമാണെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യവും നിലനിർത്താൻ സാധിക്കുക ഉള്ളൂ എന്നോർക്കുക. ഈ ബന്ധങ്ങളൊക്കെ ഇവിടെ വിച്ഛേദിക്കപ്പെടും. അങ്ങനെ വിത്തിനും ആഹാരത്തിനും നമ്മൾ ആശ്രയത്വം അല്ലെങ്കിൽ ആശ്രയിക്കാത്ത പറ്റാത്ത ഒരു സാഹചര്യം കർഷകനും നാട്ടുകാർക്കും വേണ്ടിവരും. നാടൻ വിത്തുകളൊക്കെ ക്രമേണ ഇല്ലാതാവും. എത്രമാത്രം നെൽവിത്തുകളുള്ള രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് നമുക്കറിയാം. പക്ഷെ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ പോലും കിട്ടാത്തത്ര നെൽവിത്തുകൾ ഇപ്പോഴും സംരക്ഷിക്കുന്ന എന്താ പറയുക ഒറീസയിലെ ധവൽദേവും അതുപോലെ കർണാടകത്തിലെ ഖനിക്കാരും. എന്തിനധികം പറയും, നമ്മളെ ഒരു സുഹൃത്ത് തന്നെ ഇപ്പം ഷൊർണൂര് ഒരു 78-80 വിത്തുകൾ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഇതിനോട് കൂറും എന്താ പറയുക ഒരു പ്രതിബദ്ധതയൊക്കെ ഉള്ള ആൾക്കാർ സംരക്ഷിക്കുന്നത് പോലും ഇല്ലാതായി. ഓരോ പ്രദേശത്തിനും കാലാവസ്ഥക്കും ഭൂമിക്കും യോജിച്ച വിത്തിനങ്ങൾ, വിത്ത് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ കൈപ്പാട് ചെയ്യുന്ന വിത്ത് ചിലപ്പോൾ എൻ്റെ സ്ഥലത്ത് മട്ടന്നൂർ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വിളവിട്ടില്ല. മട്ടന്നൂരിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ വയലിൽ കൃഷി ചെയ്യുന്ന ഉപ്പില്ലാത്ത അല്ലെങ്കിൽ സൽമിറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്തെ വിത്ത് കൊണ്ടുപോയിട്ട് കൈപ്പാട് അല്ലെങ്കിൽ പൊക്കാളി കൃഷി ചെയ്താവില്ല. അപ്പോൾ നമുക്ക് തനിമയാർന്ന പ്രദേശത്തിനും കാലാവസ്ഥക്കും മണ്ണിനും യോജിച്ച വിത്തിനങ്ങളൊക്കെ അല്ലെങ്കിൽ നാടൻ വിത്തുകൾ അല്ലെങ്കിൽ പരമ്പരാഗത വിത്തുകൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അങ്ങനെ വിത്തിനും ആരോഗ്യകരമായ ആഹാരവും കിട്ടാത്ത ഒരു രാജ്യത്തെ അടിമയാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല കേട്ടോ. അങ്ങനെ വിളയും വിത്തും ഒരായുധമായിട്ട് വീട്ടിക്ക് വരെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. ആ ഒരു മേഖലയിലേക്കാണ് ഈ ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ ദുഷ്ടലാക്കോടെ അവരെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഈ ഗവേഷണം യഥാർത്ഥത്തിൽ കാർഷിക മേഖലയിൽ കൊണ്ടുവരുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഈ കാര്യങ്ങൾ ചിന്തക വ്യതിയാനം എന്നുള്ളതല്ല, ചില പുസ്തകങ്ങൾ വല്ല പ്രചോദിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, നമ്മളെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പ്രവർത്തിച്ച ഒരു മകൾ വനിതയായിട്ടുള്ള സൂസൻ ജോർജിന്റെ ഹൗ ദ അതർ ഹാഫ് ഡൈസ് എന്ന് പറയുന്ന ആ പുസ്തകത്തില് പിന്നെ കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾക്ക് തോന്നും എന്താണ് ഗ്രീൻ റവല്യൂഷന്റെ ആ ചാപ്റ്റർ മാത്രം വായിക്കുന്നതിന് തോന്നും ഗ്രീൻ റവല്യൂഷൻ എന്താണ് പറഞ്ഞത്, വഞ്ചനയായിരുന്നു എന്ന് അന്നേ ഈ പറഞ്ഞ കൂട്ടർക്ക് അറിയാമായിരുന്നു എന്ന് തോന്നും. അതുപോലെ ശേഷഗിരി റാവുവിന്റെ ഫുഡ് വെപ്പൺ, വെതർ വെപ്പൺ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇവര് പറയുന്ന ഇത്തരത്തിലുള്ള ഗവേഷകർ, അത്യന്താധുനിക ഗവേഷണങ്ങൾ GM ആയാലും അല്ലെങ്കിൽ കീടനാശിനി പ്രയോഗമായാലും എന്ത് മേഖലയിലായാലും പറയുന്നതില് ഉള്ളുകള്ളികള് ഇത്തരം പുസ്തകങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട്. അവരുടെ ലാഭത്തിനും ദുഷ്ടലാഭത്തിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ കർഷകന് പ്രയോജനപ്പെടാനോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ സാധാരണ ജനത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയോ ഉള്ള കാര്യങ്ങൾ അല്ല ഇതിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ കർഷകനും നമ്മളെപ്പോലുള്ള ഒരു കാർഷിക രാജ്യവും സ്വീകരിക്കേണ്ട ഒരു ടെക്നോളജി അല്ല GM വിളകളും അല്ലെങ്കിൽ GM വിത്തിനങ്ങളും. അതുവഴി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ പ്രയോക്താക്കൾ പുകഴ്ത്തി പറയുന്ന നേട്ടങ്ങളും എന്ന് ഓർക്കുക. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുക. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പ്രചരണാർത്ഥം നമ്മളെ സംഘടന, ഞാൻ ഈ പറഞ്ഞ യുവ സമിതി അങ്ങിങ്ങായിട്ട് ചില സെമിനാറുകളും കാര്യങ്ങളും ഒക്കെ നടത്തി ചെറുപ്പക്കാർക്ക് വേണ്ടി 2-3 സ്ഥലങ്ങളിൽ പിന്നെ ക്യാമ്പുകൾ, ഈ 2 ദിവസത്തെ ക്യാമ്പുകൾ നടത്തി. അതിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ക്യാമ്പ് ഞാൻ പറയുന്നത് വേറെ ഒരു ഇതിനു വേണ്ടിക്ക് പറയുന്നതല്ല, വാഗമണ്ണിൽ വെച്ച് നടത്തിയ ക്യാമ്പില് 20 പേരില് ബഹുഭൂരിഭാഗം കുട്ടികൾ, അതിൽ എനിക്ക് 10-16 പേരും ചങ്ങനാശ്ശേരി SB കോളേജിലെ ബയോടെക്നോളജി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പൊ അവര് ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ഇതുപോലെയല്ല, ഞാൻ ഈ പറഞ്ഞ പോലെയല്ല, 2 ദിവസത്തെ ക്യാമ്പായിട്ട് വളരെ വിശദമായിട്ട് അതിന്റെ ശാസ്ത്രവും സയൻസും ഗുണദോഷ വശങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്തപ്പോൾ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കുട്ടികള് അല്ല, ഞങ്ങളൊക്കെ ഇത് പഠിക്കുന്നതും പുസ്തകത്തിലും അക്കാഡമിക്കലും നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ കേട്ടപ്പോൾ നമ്മൾ നാളെ ഈ ടെക്നോളജിയിലൂടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിലുള്ള ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ എന്താ പറയുന്നത് കാർഷിക രംഗത്തൊക്കെ വിപ്ലവകരമായിട്ടുള്ള എന്താ പറയുക പോസിറ്റീവായ മാറ്റങ്ങളാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലായിരുന്നു. ആ രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞപ്പോൾ അതിനൊരു മറുവശമുണ്ട് എന്ന് പിന്നെ അവര് പലരും അന്ന് പങ്കെടുത്ത പല കുട്ടികളും ഡിഗ്രിക്കും പഠിക്കുന്ന കുട്ടികളും സൂചിപ്പിച്ചു. ഞാനിത് പറയുന്നത് വേറൊന്നുമല്ല, അതായത് നമ്മുടെ അക്കാഡമിക് വിദ്യാഭ്യാസം പുസ്തകത്തിലൂടെ ശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൂടെ തരുന്ന അറിവുകൾ ഇത്തരം ടെക്നോളജിയുടെ ബൂസ്റ്റിംഗ് ആയിരിക്കും. അതായത് വരാൻ പോകുന്നതിന്റെ നേട്ടം അതായത് പെരുക്കി പറയുകയും അതുവഴി ഉണ്ടാക്കാൻ പോകുന്നതിന്റെ കോട്ടങ്ങളിലെ നഷ്ടങ്ങൾ കാണാതായി പോവുകയും ചെയ്യുന്ന ഒരു കണ്ണടയാണ് നമ്മുടെ പ്യുവർലി സയൻസ് ടെക്നോക്രാഫ്റ്റ്സുകൾക്കൊക്കെ ഉള്ളത് എന്ന് ഓർക്കുക. അതല്ല സാധാരണ ജനവും സാധാരണ ജീവിതവും എന്ന് ഓർക്കേണ്ട കാര്യമുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ GMനെ കുറിച്ച് ആണ് പറയാൻ ഉദ്ദേശിച്ചതെങ്കിലും GMനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് വ്യതിയാനം വരുത്തുന്നതിനുള്ള അതിന്റെ ഘട്ടങ്ങളോ അതിന്റെ സാങ്കേതികത്വത്തിലോ കൂടുതൽ ഞാൻ പോയിട്ടില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താ വെച്ചാൽ ടെക്നോളജിനേക്കാൾ കാര്യം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ആണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അതിക്രമിച്ചിരിക്കുന്നു. 10 കുറച്ച് സമയധികമായി പോയി. തുടക്കാൻ നമ്മൾ ലേശം വൈകി എന്നുള്ളതാണ്. ഇനി സമയമുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാനത് പ്രതികരിക്കുന്നതിന് തയ്യാറാണ്. ഇപ്പോഴല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ നമ്പർ തരാം. നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് എപ്പോഴും നിരന്തരം വിളിക്കാനല്ല, എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളോ ശാസ്ത്രീയ വശമോ വേണ്ടെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. 8 5 4 7 9 7 5 9 9. ഇതാണ് എൻ്റെ നമ്പർ. ഇതിനകത്ത് ശ്രോതാക്കളായിട്ടുള്ള ആർക്കും എന്തെങ്കിലും കാര്യമായിട്ട് വിളിച്ച് ശല്യപ്പെടുത്താനില്ല. രാത്രി പകലൊന്നും വിളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഞാനത് അറ്റൻഡ് ചെയ്തൊന്നും വരില്ല. കാരണം പലപ്പോഴും അങ്ങനെയൊക്കെയായി യാത്രയും കാര്യങ്ങളുണ്ട്. രാത്രി ഒരു 8:30 9 മണിക്കെല്ലാം ശേഷം